നമസ്കാരം. ദിശ PSCയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ജീവന്റെ ജനിതകം എന്നതാണ്. അതായത് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറയുന്നത് DNA പറ്റിയും RNA പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് രണ്ട് വ്യക്തികളുടെ പേരാണ് പഠിക്കേണ്ടത്. ഒന്ന് ഇമ്മാനുവൽ കാർപ്പന്റിയർ, ജെന്നിഫർ എ ഡൗഡിന. പേരോർത്ത് വയ്ക്കാം, ഇമ്മാനുവൽ കാർപ്പന്റിയർ അതുപോലെ ജെന്നിഫർ എ ഡൗഡിന. എന്താണ് പ്രത്യേകത? ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2022 രസതന്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ച രണ്ട് വ്യക്തികളാണ് ഇമ്മാനുവൽ കാർപ്പന്റിയറും ജെന്നിഫർ എ ഡൗഡിനയും. അപ്പോൾ പേരൊന്ന് പഠിച്ചു വയ്ക്കുക. എന്താണ്? ഇമ്മാനുവൽ കാർപ്പന്റിയർ അതുപോലെ ജെന്നിഫർ എ ഡൗഡിന. ഓക്കെ, എന്താ പ്രത്യേകത? ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 രസതന്ത്ര നൊബേൽ ലഭിച്ച രണ്ട് വ്യക്തികളാണ് ഇവർ. ഓക്കെ, അതായത് DNA ജീനുകളിൽ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് CRISPR-Cas9 പഠിച്ചു വെക്കുക. CRISPR-Cas9 എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. എന്താണ് CRISPR-Cas9? അതായത് നമ്മുടെ DNA ജീനുകളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് പുതിയൊരു സാങ്കേതിക വിദ്യ കൊണ്ടുവന്നു. CRISPR-Cas9 എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടൊരു പുതിയൊരു സാങ്കേതിക വിദ്യ കണ്ടെത്തിയതാണ് CRISPR-Cas9. ഇതിനാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത്. അതായത് ഈ CRISPR-Cas9 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൈദ്യശാസ്ത്ര രംഗത്ത് രോഗചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. കാർഷിക രംഗത്ത് പുതിയ കാർഷിക വിളകളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി ഈ സാങ്കേതിക വിദ്യ സാധിക്കാറുണ്ട്. ഏതാണ്? CRISPR-Cas9 എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ വൈദ്യശാസ്ത്ര രംഗത്ത്, ജീൻ എഡിറ്റിങ്ങില് അതുപോലെ കാർഷിക രംഗത്തും ഒക്കെ സഹായിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 രസതന്ത്ര നൊബേൽ ലഭിച്ച രണ്ട് വ്യക്തികളാണ് ഇമ്മാനുവൽ കാർപ്പന്റിയറും ജെന്നിഫർ എ ഡൗഡിനെയും. എന്തിനാണ് കിട്ടിയത്? CRISPR-Cas9 എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് ഇവർക്ക് ആ ഒരു പുരസ്കാരം ലഭിച്ചത്. അതുപോലെ ഈ CRISPR-Cas9 ടെക്നോളജി എന്ന് പറയുന്നത് ഏതൊക്കെ വൈദ്യശാസ്ത്ര രംഗത്തും കാർഷിക രംഗത്തും ഒക്കെ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി ഇത് സഹായിക്കാറുണ്ട്. ഓക്കെ, ഇനി അപ്പം നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മൾ അവിടെ DNA കാര്യം പറഞ്ഞു, ജീനിന്റെ കാര്യം പറഞ്ഞു, ആ ഒരു നൊബേൽ പ്രൈസ് കിട്ടിയ സമയത്ത് ജീനിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ DNA കാര്യം. അപ്പൊ എന്താണ് DNA എന്നും എന്താണ് ക്രോമസോം എന്നും എന്താണ് ജീനും എന്നൊക്കെ നമുക്ക് അറിയണം. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ DNA സ്ഥാനം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. എവിടെയായിട്ടാണ് ഈ പറയുന്ന DNA ഇരിക്കുന്നത്? നമുക്കറിയാം, ഏതൊരു കോശം എടുത്താലും അതിനകത്ത് ആരുണ്ട്? ഒരു മർമ്മം ഉണ്ടായിരിക്കും അല്ലെ? കോശത്തിൽ ആരുണ്ട്? മർമ്മമുണ്ട്. അപ്പൊ ഒരു കോശമുണ്ട്. ഈ കോശത്തിലുള്ള ഈ മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ്, ഇത്രയും ഭാഗമാണ് എന്ത് പറയുന്നത്? കോശത്തിലെ മർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഈ മർമ്മത്തെ മാത്രമായിട്ട് എടുത്തേക്കാണ് അല്ലെ? ന്യൂക്ലിയസിനെ എടുത്തു. അപ്പൊ ഈ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മത്തിൽ ആരുണ്ട്? ക്രോമസോം ഉണ്ട്. മർമ്മത്തിൽ ആരുണ്ട്? ക്രോമസോം ഉണ്ട്. ഈ ക്രോമസോമിനുള്ളിലാണ് ആരിയ്ക്കുന്നത്? DNA ഇരിക്കുന്നത്. ക്രോമസോമിനുള്ളിലാണ് ആരിയ്ക്കുന്നത്? DNA ഇരിക്കുന്നത്. DNAയിലെ ഓരോരോ ഭാഗങ്ങൾ, നമ്മളിപ്പോൾ DNAയിലെ ഓരോ ഭാഗങ്ങളെയാണ് എന്ത് പറയുന്നത്? ജീനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ DNA സ്ഥാനം എന്ന് പറയുമ്പോൾ കോശത്തിനുള്ളിലാണ്. കോശത്തിനുള്ളിൽ ആരുണ്ട്? മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനുള്ളിൽ ആരുണ്ട്? ക്രോമസോം ഉണ്ട് ഇല്ലേ? ആ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചറിൽ നമുക്ക് ക്രോമാറ്റിൻ ജാലിക, ഇവിടെ എന്താണ്? ക്രോമാറ്റിൻ ജാലിക എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. അത് പിന്നീട് കണ്ടൻസ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ക്രോമസോമായിട്ട് മാറുന്നത്. ഈ ക്രോമസോമിനകത്ത് ആരാ ഉള്ളത്? അത് DNA ആണ് അല്ലെ? DNA സ്ഥാനമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ക്രോമസോമിനുള്ളിലായിട്ടാണ് ആരിയ്ക്കുന്നത്? DNA ഇരിക്കുന്നത്. ഈ DNA ചില ഭാഗങ്ങളെ അല്ലെങ്കിൽ DNA ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീനുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ കോശം, മർമ്മം, ക്രോമസോം, DNA, ജീന്. ഓക്കെ, ഇനി DNA ഘടനയെ പറ്റി നോക്കാം. അപ്പൊ DNA ഘടന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതൊരു ചുറ്റുഗോവണി മാതൃകയാണ്. ചുറ്റുഗോവണി മാതൃക അല്ലെങ്കിൽ എന്താണ്? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ, ചുറ്റുഗോവണി മാതൃക അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് ആർക്കുള്ളത്? DNA-ക്കുള്ളത്. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. അതായത് ചുറ്റുഗോവണി മാതൃക DNA
ചുറ്റുഗോപണി മാതൃക നമുക്കറിയാം ഇതേപോലെ വരുന്നതല്ലേ ചുറ്റുഗോപണി മാതൃക കണ്ടെത്തിയത് ആരാടെ DNA ചുറ്റുഗോപണി മാതൃക കണ്ടെത്തിയ വ്യക്തികൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ ജെയിംസ് വാട്സൺ. ഒന്നാമത്തെ വ്യക്തിയുടെ പേരോർക്കാരാണ് ജെയിംസ് വാട്സൺ, മറ്റൊന്ന് ഫ്രാൻസിസ് ക്രിക്ക്. ആരാണ്? ഫ്രാൻസിസ് ക്രിക്ക്. അപ്പോൾ ജെയിംസ് വാട്സണും ക്രിക്കും അല്ലേ, അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് DNA എന്ന് പറയാറുണ്ട് അല്ലേ, വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ. അതായത് DNA ഈ പറയുന്ന ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിനെ, 2 ഹെലിക്സ് അല്ലെങ്കിൽ 2 സ്ട്രാൻഡ്സ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറയുന്നതാണ് ഏത് ചുറ്റുഗോപണി മാതൃക അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. ഇത് കണ്ടെത്തിയ വ്യക്തി അല്ലെങ്കിൽ അവതരിപ്പിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. വർഷം ഓർത്തു വയ്ക്കുക, 1953 അവർ ഈ ഒരു മാതൃക കൊണ്ടുവന്നത്. ഓക്കെ ആണേ. ഇനി എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവർ ഈ ചുറ്റുഗോപണി മാതൃക അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ 2 വ്യക്തികളുടെ പേര് പഠിക്കണം. ഒന്ന് റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ, മറ്റൊന്ന് മോറിസ് വിൽക്കിൻസ്. ആരാണ്? റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ്. ഇവരുടെ എക്സ്റേ കണങ്ങളെ ആസ്പദമാക്കിയാണ് DNA ഘടന നിർദ്ദേശിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് DNA ഘടന കണ്ടെത്തിയ 2 വ്യക്തികളാണ് റോസാലിൻഡ് ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസും. ഇവരാണ് ആദ്യമായിട്ട് DNA എക്സ്റേ കണങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് DNA ഘടന ഏകദേശം അവർ മനസ്സിലാക്കി. അപ്പൊ അവരുടെ ആ പറയുന്ന എക്സ്റേ ഡിഫ്രാക്ഷൻ രീതി, ആ ടെക്നിക്കിനെ യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അതിൽ നിന്നുമാണ് ഇവർ DNA-ക്ക് ഇത്തരത്തിലൊരു ഘടന ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ചുറ്റുഗോപണി മാതൃക ഇവർ അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ റോസാലിൻഡ് ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസും. ഓക്കെ, റോസാലിൻഡ് ഫ്രാങ്ക്ലിന്റെ പേര് പഠിച്ചു വയ്ക്കുക. ഫോട്ടോ 51 എന്ന ചിത്രത്തിൽ നിന്നാണ് DNA ഘടന ഇതാണെന്ന് അവർക്ക് മനസ്സിലായത്. അപ്പോൾ ഇവര് ഈ റോസാലിൻഡ് ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസുമാണ് DNA ഘടന ആദ്യമായിട്ട് പഠിച്ചത്. അവർ എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, DNA ഘടന ഏകദേശമൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഒരു ഫോട്ടോ 51 എന്ന് പറയുന്ന ഒരു ചിത്രം, അതിൽ നിന്നാണ് DNA ഏകദേശ ഘടന അവർക്ക് മനസ്സിലായി. ഈ റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ്റെയും അതുപോലെ മോറിസ് വിൽക്കിൻസിൻ്റെയും ഈ പറയുന്ന കണ്ടുപിടുത്തങ്ങളിൽ നിന്നുമാണ് നമ്മുടെ വാട്സണും ക്രിക്കും ചേർന്നിട്ട് എന്ത് കണ്ടെത്തിയത്, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA അല്ലെങ്കിൽ DNA ചുറ്റുഗോപണി മാതൃക കണ്ടെത്തിയത്. ഓക്കെ, അപ്പൊ DNA ചുറ്റുഗോപണി മാതൃക കണ്ടെത്തിയതിന് വാട്സൺ, ക്രിക്ക്, മോറിസ് വിൽക്കിൻസ് എന്നിവർക്ക് 1962 എന്ത് ചെയ്തു, വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചു. ഓക്കെ, 1953 ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട്, ആരൊക്കെ, വാട്സണും ക്രിക്കും കൂടെ ചേർന്നിട്ട് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ കൊണ്ടുവന്നത്, ചുറ്റുഗോപണി മാതൃക അവതരിപ്പിച്ചത്. അതിന് 1962 വാട്സണും ക്രിക്കും, അതുപോലെ നേരത്തെ പറഞ്ഞ 2 വ്യക്തികളിൽ ഒരാളാണ് മോറിസ് വിൽക്കിൻസ് അല്ലേ. റോസാലിൻഡ് ഫ്രാങ്ക്ലിനാണ് ശരിക്കും ആ ഒരു വർക്കിൽ ആ ഒരു ഫോട്ടോ 51 ഒക്കെ എടുത്തത് ആരാണ്, റോസാലിൻഡ് ഫ്രാങ്ക്ലിനാണ്. പക്ഷേ റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ ആ സമയത്ത് മരണപ്പെട്ടു പോയി. അതുകൊണ്ട് മോറിസ് വിൽക്കിൻസിനാണ് അതിന് നൊബേൽ പ്രൈസ്, വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. അപ്പോൾ വാട്സണും ക്രിക്കിനും മോറിസ് വിൽക്കിൻസിനും കൂടെ ചേർന്ന് 1962 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ഓക്കെ, അപ്പോൾ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ചുറ്റുഗോപണി മാതൃക കണ്ടെത്തിയ വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വാട്സണും ക്രിക്കുമാണ്. 1953 കണ്ടെത്തിയത്. നൊബേൽ സമ്മാനം ലഭിച്ചത് 1962. ഓക്കെ, ആരുടെ സ്റ്റഡീസ് ആണ്? റോസാലിൻഡ് ഫ്രാങ്ക്ലിന്റെ ഫോട്ടോ 51 എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ നിന്നാണ് ഈ ഒരു ഘടന മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിച്ചത്. ഇനി നമ്മുടെ DNA അടിസ്ഥാന ഘടകം എന്താണ്? DNA അടിസ്ഥാന ഘടകം എന്ന് ചോദിച്ചാൽ എന്താണ്? DNA അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? അത് ന്യൂക്ലിയോടൈഡുകളാണ് അല്ലെ. അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് ആണ്. ഇനി ഒരു ന്യൂക്ലിയോടൈഡിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒരു ന്യൂക്ലിയോടൈഡിലെ ഘടകങ്ങൾ എന്ന് പറയുന്ന ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു പെൻഡോസ് ഷുഗർ ഉണ്ടായിരിക്കും, ഒരു നൈട്രജൻ ബേസ് ഉണ്ടായിരിക്കും. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ ഒരു പെൻഡോസ് ഷുഗർ ഉണ്ടായിരിക്കും അല്ലേ. പെൻഡോസ് മീൻസ് എത്രയാണ്? 5 കാർബൺ ഉള്ള ഒരു ഷുഗർ ഉണ്ടായിരിക്കും. പിന്നെ ഉള്ള എന്താണ്? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു നൈട്രജൻ ബേസും ഉണ്ടായിരിക്കും, നൈട്രജൻ ബേസ് ഉണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ ഒരു ന്യൂക്ലിയോടൈഡ് വരുന്നത്. ഇതൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്, ഇതൊരു പെൻഡോസ് ഷുഗർ ആണ്, ഇതൊരു നൈട്രജൻ ബേസ് ആണ്. പഞ്ചസാര തന്മാത്ര, അതാണ് പെൻഡോസ് ഷുഗർ എന്ന് പറഞ്ഞത്, പഞ്ചസാര തന്മാത്ര. അതുപോലെ നൈട്രജൻ ബേസ്, പിന്നെ ഉള്ളതൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ DNA അടിസ്ഥാന ഘടകം എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിയോടൈഡിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു പെൻഡോസ് ഷുഗർ, ഒരു നൈട്രജൻ ബേസ്.
DNA-യിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര തന്മാത്ര, നമ്മൾ പെൻഡോസ് ഷുഗർ എന്ന് പറഞ്ഞാൽ പെൻഡോസ് എന്ന് വെച്ചാൽ 5 കാർബൺ എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ പഞ്ചസാര തന്മാത്ര ഏതാണെന്ന് ചോദിച്ചാൽ DNA-യിലാകുമ്പോൾ ഡിയോക്സി റൈബോസ് അല്ലേ. അപ്പൊ DNA-യുടെ ഫുൾ ഫോം നമുക്കറിയാം. എന്താണ് DNA എന്ന് പറയുന്ന DNA എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലേ. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, DNA എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ ഡിയോക്സി റൈബോ എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് ഇവിടെ DNA-യിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര തന്മാത്ര ഏതാണ്? ഡിയോക്സി റൈബോസ്. റൈബോസിൽ നിന്ന് ഒരു ഓക്സിജൻ ഗ്രൂപ്പ് പോകുന്നതാണ് ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത്. DNA-യിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര തന്മാത്ര ഏതാണ്? ഡിയോക്സി റൈബോസ്. ഇനി അതുപോലെ ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്ന ആളാണ് ആര്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കും. നമ്മളിവിടെയൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ്. ഇത് വീണ്ടും അടുത്തൊരു ന്യൂക്ലിയോടൈഡ് താഴെയായിട്ടുണ്ട്. അപ്പൊ അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്ട് ചെയ്യുന്ന ആളാരാണ്? ഈ പറയുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് അല്ലെ. ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നത് ആരാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളാണ്. ഓക്കെ, അതുപോലെ DNA-യിലെ നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്ന 4 വിധത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. DNA-യിൽ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇവിടെ ശ്രദ്ധിക്കുക, അഡിനിൻ എപ്പോഴും ആരുമായിട്ടാണ് പെയറിംഗ് വരുന്നത്? തൈമിനുമായിട്ടാണ്. അഡിനിൻ ആരുമായിട്ടാണ്? തൈമിനുമായിട്ട്. ഡബിൾ ബോണ്ടാണ് ഇവിടെ. അല്ലെങ്കിൽ തൈമിൻ ആരുമായിട്ടാണ്? അഡിനിനുമായിട്ടാണ്. പിന്നെന്താണ്? ഗ്വാനിനും സൈറ്റോസിനുമായിട്ടാണ് എപ്പോഴും ബോണ്ടിങ് വരുന്നത്. ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ DNA-യിലെ നൈട്രജൻ ബേസുകൾ 4 വിധത്തിലാണ്: അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ തൈമീനുമായിട്ടും ഗ്വാനിൻ ആരുമായിട്ടാണ്? സൈറ്റോസിനുമായിട്ടാണ് എപ്പോഴും പെയറിംഗ് നടക്കുന്നത്. അഡിനിൻ എപ്പോഴും തൈമിനുമായും ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടാണ് ബോണ്ടിങ് നടക്കുന്നത്. ഒരു DNA-യിൽ 4 തരത്തിലുള്ള ന്യൂക്ലിയോടൈഡുകൾ കാണപ്പെടുന്നുണ്ട്. ഒരു DNA-യിൽ 4 തരത്തിലുള്ള ന്യൂക്ലിയോടൈഡുകൾ കാണപ്പെടുന്നു. അതായത് 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളുണ്ട്. ആ 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളും ഓരോരോ ന്യൂക്ലിയോടൈഡിനല്ലേ ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇത് ഒരെണ്ണം പറഞ്ഞു ഇല്ലേ, ഇത് ഒരു ന്യൂക്ലിയോടൈഡ് ആണ്. അതുപോലെ ഇപ്പൊ ഇവിടെ ഈ നൈട്രജന് പകരമായിട്ട് ഇവിടെ ഒരു അഡിനിൻ ആണെന്ന് വിചാരിക്കുക. ഈ നൈട്രജൻ ബേസ് എന്ന് പറയുന്ന ഒരു അഡിനിൻ ആണെന്ന് വിചാരിക്കുക. അഡിനിൻ ആണെങ്കിൽ ഇതേപോലെ സ്ട്രക്ചർ ആര് വരുന്നുണ്ട്? തൈമിൻ വരുന്നുണ്ട്. ഇതേപോലെ സ്ട്രക്ചറിൽ ആര് വരുന്നുണ്ട്? ഗ്വാനിൻ വരുന്നുണ്ട്. ഇതേപോലെ സ്ട്രക്ചറിൽ ആര് വരുന്നുണ്ട്? സൈറ്റോസിൻ വരുന്നുണ്ട്. അപ്പോൾ എത്ര തരത്തിലുള്ള നൈട്രജൻ ബേസുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്? 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ ആണേ. ഇനി DNA-യിലെ ഇഴകൾ 2 ഇഴകളാണുള്ളതെന്നറിയാം. അതെന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പും പഞ്ചസാര തന്മാത്രയും ചേർന്നാണ് ഉണ്ടാകുന്നത്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് 2 ഇഴകൾ പറഞ്ഞില്ലേ, DNA-യിൽ 2 ഇഴകളുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇത് ഏതൊക്കെയാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പും പഞ്ചസാര തന്മാത്രയും ചേർന്നാണ് ഉണ്ടാകുന്നത്. പടികൾ നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നുണ്ടാകും. ഇതിനുള്ളിലായിട്ട് എന്തുണ്ട്? പടികളുണ്ട്. ഇപ്പോൾ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇപ്പൊ ഈ ഇടയ്ക്കുള്ള പടികൾ എന്ന് പറയുന്നത് ആരാണ്? നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നാണ് അതിനിടയിലുള്ള പടികളായിട്ട് മാറുന്നത്. ഓക്കെ, നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നാണ് ഉണ്ടാകുന്നത്. ഈ ഇടയിലുള്ള പടികൾ എന്ന് പറയുന്നത് അഡിനിൻ തൈമിനുമായിട്ട്, അല്ലെങ്കിൽ തൈമിൻ അഡിനിൻ, പിന്നെ അഡിനിൻ തൈമിനുമായിട്ട്, തൈമിൻ അഡിനിനുമായിട്ട്, ഗ്വാനിൻ ആരുമായിട്ട്? സൈറ്റോസിനുമായിട്ട്, സൈറ്റോസിൻ ആരുമായിട്ട്? ഗ്വാനിൻ, വീണ്ടും അഡിനിൻ തൈമിൻ, ഗ്വാനിൻ സൈറ്റോസിൻ, അങ്ങനെ പോകുന്നു. അപ്പൊ ഈ പടികൾ ഉണ്ടാക്കിയിരിക്കുന്ന ആരാണ്? നൈട്രജൻ ബേസുകളാണ്. അത് ജോഡി ചേർന്ന് പടികൾ ഉണ്ടാകുന്നു. 2 ഇഴകൾ എന്ന് പറയുന്നത്, പഠിച്ചോളെ, 2 ഇഴകൾ എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പും പഞ്ചസാര തന്മാത്രയും ചേർന്നാണ് ഉണ്ടാകുന്നത്. എന്നാൽ പടികൾ എന്ന് പറയുന്നത് നൈട്രജൻ ബേസുകളാണ് ജോഡി ചേർന്ന് ഉണ്ടാകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു പിക്ചർ കാണാലോ അല്ലേ. അതിൽ ഈ കാണിച്ചിരിക്കുന്നത് ലാസ്റ്റ് വരുന്നത് എന്താണ്? നമ്മുടെ ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതില് ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത്, ഡിയോക്സി റൈബോസ് ആണ് ഈ കാണപ്പെടുന്ന പഞ്ചസാര തന്മാത്രയാണ് ഡിയോക്സി റൈബോസ്. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇവിടെ യെല്ലോ കളറിൽ കാണുന്നില്ലേ? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. ഓക്കെ, ഇത് ഇത്രയും വരുന്നതാണ്. ഇത് ഇത്രയും ഉള്ളതാണ് നമ്മുടെ ഒരു ഏത് വരുന്നത്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു DNA എടുത്താൽ DNA-ക്കകത്തുണ്ടാകുന്ന നൈട്രജൻ ബേസുകളാണ് ഈ പറയുന്നത്. നൈട്രജൻ ബേസ് DNA-ക്കകത്തുണ്ടാകുന്ന ന്യൂക്ലിയോടൈഡുകളാണ് ഇത്. ഇത്രയും ന്യൂക്ലിയോടൈഡുകളാണ്. ഓരോന്നും ഓരോ ന്യൂക്ലിയോടൈഡ്. ഇവിടെ നോക്കിയടേ, ഇതെന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോടൈഡാണ്. അതായത് നമ്മൾ ഫസ്റ്റിൽ ഗ്വാനിനാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ പറ്റുമല്ലോ അല്ലേ? ഗ്വാനിനാണ് കൊടുത്തിരിക്കുന്നത്. ഗ്വാനിൻ ആരുമായിട്ടാണ്? തൊട്ടടുത്ത ഇത്രയും വരെ വന്നപ്പോഴത്തേക്ക് ഇതൊരു ന്യൂക്ലിയോടൈഡായി. ഇത്രയും വന്നപ്പോൾ ഇതൊരു ന്യൂക്ലിയോടൈഡായി അല്ലേ?
അത് അത്രയും വന്നപ്പോൾ ഇത്രയും ഭാഗം വരുന്നത് ഇത് ഒരു ന്യൂക്ലിയോടൈഡ് ആണ്. ഇനി ഇതെന്ന് പറയുന്ന അടുത്തൊരു ന്യൂക്ലിയോടൈഡ് വന്ന് ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലേ. അതായത് അഡിനിൻ ഗ്വാനിനും അഡിനിൻ തൈമിനുമായിട്ട് ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടാണ് ബോണ്ടിങ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗ്വാനിൻ വന്നപ്പോൾ ഇവിടെ സൈറ്റോസിൻ വന്നു, ഇവിടെ അഡിനിൻ വന്നപ്പോൾ ഇവിടെ തൈമിൻ വന്ന് കയറി. അപ്പോൾ അടുത്ത ന്യൂക്ലിയോടൈഡ് വന്നു, സൈറ്റോസിൻ വന്നപ്പോൾ ഗ്വാനിൻ വന്നു. സൈറ്റോസിൻ ഇതുവരെ ഉള്ളത് ഒരു ന്യൂക്ലിയോടൈഡ്, ഇത് വരുന്നത് അടുത്ത ന്യൂക്ലിയോടൈഡ്. വീണ്ടും അഡിനിൻ വന്നപ്പോൾ വീണ്ടും തൈമിൻ വന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഓരോന്നും ജോഡി ചേർന്ന് ന്യൂക്ലിയോടൈഡുകൾ ഈ രീതിയിലാണ് വന്നിട്ട് എന്തായിട്ട് മാറുന്നത്, പടികളായിട്ട് മാറുന്നത്, DNA പടികളായിട്ട് മാറുന്നത്. ക്ലിയർ ആണോ? ഇനി നമ്മൾ പറഞ്ഞതിൽ ഈ പറയുന്ന പടികളാണ്, ഈ പറയുന്ന എന്താണ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളാണ് എന്തെന്ന് ബോണ്ടിങ്, പരസ്പരം ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ആരാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ലേ. ഇവിടെ നിന്ന് ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്നു, ഇങ്ങനെ ബന്ധിപ്പിച്ച് നിർത്തുന്നത് ആരാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളാണ്. ക്ലിയർ ആണോ? നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, പടികൾ ഉണ്ടാവുന്നത്. പഞ്ചസാര ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്നിവ കൊണ്ടാണ് ഏതുണ്ടാവുന്നത്, രണ്ട് ഇഴകളായിട്ട് മാറുന്നത്. ക്ലിയർ? അതുപോലെ തന്നെ ഓരോ ന്യൂക്ലിയോടൈഡ് എടുക്കുകയാണെങ്കിൽ ഓരോന്നും നമ്മുടെ നൈട്രജൻ ബേസുകളാണ് ജോഡി ചേർന്നിട്ടുണ്ടാവുന്നത്. ഈ രീതിയിൽ 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകൾ, 4 തരത്തിലുള്ള ന്യൂക്ലിയോടൈഡുകൾ കാണപ്പെടാറുണ്ട്. നൈട്രജൻ ബേസ് എന്ന് വെച്ചാൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള ആൽക്കലി സ്വഭാവമുള്ള സംയുക്തമാണ് ഇത് വരുന്നത് നൈട്രജൻ ബേസ്. ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്ന ആളാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പോൾ DNAയുടെ സ്ട്രക്ചർ ഓർത്ത് വെക്കുക. സ്ട്രക്ചറിൽ ഈ പറയുന്ന ഇഴകൾ എന്ന് പറയുന്ന ഈ 2 ഇഴകൾ കണ്ടില്ലേ, ഈ ഇഴകൾ എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? പഞ്ചസാരയും ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. പഞ്ചസാരയും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പടികളാണ് ഈ കാണപ്പെടുന്നതാണ് പടികൾ അല്ലേ. ഈ പടികളാണെങ്കിൽ എന്താണ്, പടികളാണെങ്കിൽ നമ്മുടെ നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നാണ് പടികളായിട്ട് മാറുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ DNAയുടെ ഘടനയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തുള്ളത് ക്രോമസോമാണ്. ഇപ്പം നമ്മുടെ ക്രോമസോം എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു സെല്ലിൽ ആരുണ്ട്, സെല്ല് അല്ലെങ്കിൽ കോശത്തിൽ ആരുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിലാണ് ആരുള്ളത്, ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മത്തിലാണ് ആരുള്ളത്, ക്രോമസോം ഉള്ളത്. ആ ക്രോമസോമിനെ പറ്റിയാണ് ഇനി പറയുന്നത് അല്ലേ. ഒരു കോശമുണ്ട്, കോശത്തിനുള്ളിൽ ആരുണ്ട്, ഒരു മർമ്മമുണ്ട്. മർമ്മത്തിനുള്ളിലാണ് ആരുള്ളത്, നമ്മുടെ എന്തുള്ളത്, ക്രോമസോംസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രോമസോമിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് DNA-യും ഉണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുണ്ട്. ക്രോമസോമിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ DNA-യും വരുന്നുണ്ട്, ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളും വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നു. 8 ഹിസ്റ്റോണുകൾ ഒരുമിച്ച് ചേർന്നിട്ട് എന്തായിട്ട് മാറി, ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ആയിട്ട് മാറി. അപ്പോൾ ക്രോമസോമിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് DNA, മറ്റൊന്ന് ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനുമാണ് കാണപ്പെടുന്നത്. ഈ ഹിസ്റ്റോണുകളിൽ 8 ഹിസ്റ്റോണുകൾ ഇങ്ങനെ ചേർന്ന് വന്നിട്ട് അത് എന്തായിട്ട് മാറി, ഹിസ്റ്റോൺ ഒക്ടാമർ ആയിട്ട് മാറി. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്തുണ്ടാകുന്ന ഘടനയാണ് ന്യൂക്ലിയോസോം. നമുക്ക് നോക്കാം, എന്താണെന്നുള്ള പിക്ചറിൽ കാണിച്ചു തരാം. ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA ഇഴകൾ വന്ന് വലയം ചെയ്ത് എന്തായിട്ട് മാറി, ന്യൂക്ലിയോസോമായിട്ട് മാറി. നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമിന്റെ ശൃംഖലയെ വീണ്ടും ചുരുളുകളുമാക്കിയായിട്ടാണ് എന്തായിട്ട് മാറുന്നത്, ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. ഈ ക്രോമസോമുകളെ സെൻട്രോമിയൽ വഴി ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങളാണ്. അതായത് ഇങ്ങനെ ഇരിക്കുന്നില്ലേ, ക്രോമസോം എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇതിൽ ആ സെൻട്രോമിയൽ വഴി ബന്ധപ്പെടുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്, ക്രോമാറ്റിഡ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, നമ്മുടെ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, പിക്ചർ പറ്റുന്നുണ്ടോ? അതായത് നമ്മുടെ DNA-യിൽ, ഞാൻ അല്ലെങ്കിൽ അല്ലാതെ ഒന്ന് പറഞ്ഞുതരാം. DNA-യിൽ നമ്മുടെ DNA ക്രോമസോമിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട DNA ഉണ്ടെന്ന് പറഞ്ഞു, ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ ഹിസ്റ്റോണുകൾ, അതായത് നമ്മുടെ DNA ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ക്രോമസോമിൻ്റെ കാര്യമാണ് പറയുന്നത്. DNA ഇരിക്കുകയാണെങ്കിൽ ക്രോമസോമിൽ DNA ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്, ഹിസ്റ്റോൺസും ഉണ്ട്. ഇതിൽ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഈ ഒരു DNA ആണ്. DNA-യിൽ ആര് വരുന്നു, ജസ്റ്റ് ഒന്ന് മാറ്റി വരച്ചു തരാം. ഇവിടെ ഒരു DNA ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, DNA ഉണ്ടെന്ന് വിചാരിക്കും. ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇത് നീണ്ടിരിക്കുകയാണ്. ഈ DNA ഉണ്ട്, അതോടൊപ്പം തന്നെ ആരും വരുന്നുണ്ടേ, ഹിസ്റ്റോണുകൾ എന്ന് പറയുന്ന പ്രോട്ടീനുകളും വരുന്നുണ്ട്. അപ്പോൾ ഈ ഹിസ്റ്റോണുകൾ എന്ന് പറയുന്ന പ്രോട്ടീൻ എത്ര എണ്ണമാണ്, 8 എണ്ണമാണ് വരുന്നത്. ഈ 8 എണ്ണം ജോഡി ചേർന്നിട്ടാണ് ഹിസ്റ്റോൺ
ഒക്ടാമർ. ഈ ഇരിക്കുന്നതാണ് 8 എണ്ണം വരുന്ന ഹിസ്റ്റോൺ ഒക്ടാമർ ആയിട്ട് മാറി ഇല്ലേ. ഇത് 8 എണ്ണമായിട്ടുണ്ടെങ്കിൽ അത്രയും ഹിസ്റ്റോൺ ഒക്ടാമർ ആണ്. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ആര് വന്ന് വലയം ചെയ്യുന്നു എന്നാ പറഞ്ഞത്? നമ്മുടെ DNA വന്നിട്ട് ഇങ്ങനെ ചുറ്റി പോകുന്നു അല്ലേ. ഹിസ്റ്റോൺ ഒക്ടാമറിനെ ആര് വലയം ചെയ്യുന്നു? DNA വന്നിട്ട് ചുറ്റി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഹിസ്റ്റോൺ ഒക്ടാമറും DNA-യും കൂടെ ചേരുന്നു. നോക്കിയേ, ഹിസ്റ്റോൺ ഒക്ടാമറിനെ വന്നിട്ട് ആര് വലയം ചെയ്യുന്നു? നമ്മുടെ DNA വന്ന് വലയം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഓരോരോ സ്ട്രക്ചറായിട്ടല്ലേ വന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഈ ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ന്യൂക്ലിയോസോം. ക്ലിയർ ആണോ? ഈ ന്യൂക്ലിയോസോം ഇങ്ങനെ കുറേ സ്ട്രക്ചർ ഇങ്ങനെ വന്ന് DNA ചെന്നിട്ട് ഇത് ഓരോന്നിനെയും വലയം ചെയ്ത് വന്ന് പിന്നെ അത് തമ്മിൽ പരസ്പരം വലയം ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? നമ്മുടെ ക്രോമസോമുകളായിട്ട്. ഇതാ ഇവിടെ വന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം ചുരുണ്ട് എന്തായിട്ട് വന്നോ? ക്രോമസോമായിട്ട് മാറിയില്ലേ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ക്രോമസോം ഉണ്ടാകുന്നത്. പറഞ്ഞത് ക്ലിയർ ആണോ? ഇവിടെ പറയാം, നമ്മുടെ DNA-യും ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനും ചേർന്നിട്ടാണ് നമ്മുടെ ക്രോമസോം ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു. DNA എന്ത് ചെയ്യുന്നു? DNA-യുമായിട്ട് ആര് വരുന്നു? ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീൻ. അത് 8 എണ്ണമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്ന രൂപത്തിലാണ് വരുന്നത്. അത് വന്നിട്ട് ഈ 8 എണ്ണം ചേർന്നിട്ട് ഇതേപോലെ വന്ന് 8 എണ്ണം ചേർന്നിട്ട് എന്തായിട്ട് മാറി? ഹിസ്റ്റോൺ ഒക്ടാമർ ആയിട്ട് മാറി. ഈ ഒക്ടാമറിനെ ആര് വന്ന് വലയം ചെയ്യുന്നു? നമ്മുടെ DNA വന്ന് വലയം ചെയ്യുന്നു അല്ലേ. ഈ ഇങ്ങനെ വന്ന് വലയം ചെയ്തിട്ട് ഇതുപോലെ ഓരോരോ ഭാഗത്ത് ഇതേപോലെ വന്ന് പിന്നീട് അത് തമ്മിൽ ഇത് കണ്ടല്ലോ, പരസ്പരം വലയം ചെയ്ത് ഇത്രയും വലിയൊരു സ്ട്രക്ചറായിട്ട് മാറി. പിന്നെ അതിനകത്തേക്ക് ഇതുപോലുള്ള സ്ട്രക്ചർ, ഈ പറയുന്ന സ്ട്രക്ചറാണ് ഈ കാണുന്ന ക്രോമാറ്റിഡ് ആയിട്ട് കിടക്കുന്നത്. അത് പിന്നീട് എന്തായി? സെൻട്രോമിയറും കൂടെ വന്ന് ക്രോമസോമായിട്ട് മാറി. ക്ലിയർ ആണോ? ഇനി ഒന്ന് നോക്കിയേ, ഇനി പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കി. ഇപ്പോൾ ഓക്കെ ആണോ? നോക്കിയേ, ക്രോമസോമിലുള്ള പ്രധാന ഘടകങ്ങൾ DNA-യും ഉണ്ടെന്ന് പറഞ്ഞു. ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീൻ അല്ലേ. ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീൻ, ഇതേപോലുള്ള പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ എന്ത് ചെയ്ത് 8 എണ്ണം വന്നിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് ഹിസ്റ്റോൺ ഒക്ടാമറായി. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ആര് വന്ന് വലയം ചെയ്തു? നമ്മുടെ DNA വന്ന് വലയം ചെയ്ത് ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്ത് അപ്പോഴുണ്ടായ ഘടനയാണ് ഏത്? ന്യൂക്ലിയോസോം. ഇനി നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമിന്റെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയുമായിട്ടാണ് ആരുണ്ടാവുന്നത്? ക്രോമസോമുകൾ ഉണ്ടാവുന്നത്. ഇപ്പൊ ക്ലിയർ അല്ലേ? പിക്ചർ വെച്ചപ്പോൾ ഓക്കെ ആയില്ലേ? ഈ ക്രോമസോമുകളെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡ്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതായത് ഇതുപോലുള്ള ഈ നടുക്ക് വരുന്ന ഭാഗത്തെയാണ് സെൻട്രോമിയർ എന്ന് പറഞ്ഞത്. ഈ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരുന്നത്, അതായത് അതിന്റെ ശാഖകൾ പോലെ വരുന്നില്ലേ, ക്രോമസോമിന്റെ ശാഖകളായിട്ട് വരുന്നില്ലേ, ആ ഭാഗമാണ് ക്രോമാറ്റിഡ്. ഓക്കെ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ എന്താണ് ക്രോമസോമിന്റെ ഘടന എന്ന് പറയുമ്പോൾ ആരൊക്കെയാ ഉള്ളത്? DNA ഉണ്ട്, അതോടൊപ്പം തന്നെ ആരുണ്ട്? ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീൻ 8 എണ്ണം ചേർന്നിട്ട് ഒക്ടാമർ എന്ന രൂപത്തിലാണ് ഇരിക്കുന്നത്. ഈ ഒക്ടാമറിനെ ആര് വന്ന് വലയം ചെയ്യുന്നു? DNA വന്ന് വലയം ചെയ്യുന്നു. അപ്പോഴുണ്ടാകുന്ന സ്ട്രക്ചറാണ് ഏത്? ന്യൂക്ലിയോസോം. ഈ ന്യൂക്ലിയോസോമുകളെ ഇങ്ങനെ DNA വലയം ചെയ്ത് അത് പിന്നീട് വീണ്ടും ചുരുളുകളാക്കിയാണ് എന്തായിട്ട് മാറുന്നത്? ഈ രൂപത്തിലുള്ള നമ്മൾ കാണപ്പെടുന്ന ക്രോമസോം എന്ന് പറയുന്ന രീതിയിലോട്ട് എത്തുന്നത്. അവിടെ ഈ ക്രോമസോമിനെ ഈ ഒരു ഭാഗം, അതിനെയാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് പറയുന്നത്. സെൻട്രോമിയറും കൂടെ ഒന്ന് ചേരുന്നു. അപ്പോൾ അതായത് ഈ ഒരു ശാഖകൾ പോലെ കാണുന്നില്ല, ഇതാണ് എന്ത്? ക്രോമാറ്റിഡ്സ്. അപ്പോൾ ക്രോമാറ്റിഡ് ഒക്കെ ആയിട്ട് വന്ന് ഇങ്ങനെയാണ് നമ്മുടെ ക്രോമസോം രൂപം കൊള്ളുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ മനുഷ്യനിലെ ക്രോമസോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മനുഷ്യന്റെ ക്രോമസോം സംഖ്യ എത്രയാണ്? 46 എണ്ണം അല്ലെങ്കിൽ 23 ജോഡിയാണ് അല്ലെ. മനുഷ്യനിലെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് 46 എണ്ണം അല്ലെങ്കിൽ 23 ജോഡിയാണ്. ഈ ക്രോമസോമുകളെ, മനുഷ്യനിലെ ക്രോമസോമുകളെ നമുക്ക് 2 തരത്തിൽ ക്രമീകരിക്കാം. ഒന്നെന്ന് പറയുന്നത് സ്വരൂപ ക്രോമസോമുകൾ അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസ്. സ്വരൂപ ക്രോമസോമുകൾ അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോമുകൾ. രണ്ടാമത്തത് ലിംഗ നിർണയ ക്രോമസോംസ്, സെക്സ് ലിങ്ക്ഡ് ക്രോമസോംസ്. അപ്പോൾ മനുഷ്യന്റെ ക്രോമസോമുകൾ എത്ര എണ്ണമാണുള്ളത്? 46 എണ്ണമാണുള്ളത്. അതിനെ നമുക്ക് 2 തരത്തിലാക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് സൊമാറ്റിക് ക്രോമസോംസ് അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകൾ. രണ്ടാമത്തത് ലിംഗ നിർണയ ക്രോമസോമുകൾ. ഇതിൽ എത്ര എണ്ണമാണ് സ്വരൂപ ക്രോമസോമുകൾ? 44 എണ്ണം സ്വരൂപ ക്രോമസോമുകളാണ്. 2 എണ്ണം ലിംഗ നിർണയ ക്രോമസോമുകളാണ് അല്ലെ. ഏതൊക്കെയാണ്? എക്സും വൈയും. ലിംഗനിർണയ ക്രോമസോമുകൾ ഏതൊക്കെയാണ്? എക്സും വൈ. അപ്പോൾ സ്വരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നത് 44 എണ്ണമാണ്. ലിംഗനിർണയ ക്രോമസോമുകൾ എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഇനി സ്വരൂപ ക്രോമസോമുകളെ പറ്റി നമുക്ക് നോക്കാം. 44 എണ്ണമാണ്. എന്താ ചെയ്യുന്നത്? ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സ്വരൂപ ക്രോമസോമുകളാണ്. ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്നു. 44 എണ്ണം അല്ലെങ്കിൽ 22 ജോഡിയാണുള്ളത്.
ഇനി ഈ സ്വരൂപ ക്രോമസോമിൽ തന്നെ ഒരേപോലെയുള്ള രണ്ട് ക്രോമസോമുകൾ ചേരുന്നതിനെയാണ് നമ്മൾ സമരൂപ ക്രോമസോമുകൾ അല്ലെങ്കിൽ ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ഒരേപോലെയുള്ള രണ്ട് ക്രോമസോമുകൾ ചേരുന്നത്, സ്വരൂപ ക്രോമസോമിൽ തന്നെ ഒരേപോലെയുള്ള രണ്ട് ക്രോമസോമുകൾ ചേരുന്നെങ്കിൽ അതാണ് സമരൂപ ക്രോമസോമുകൾ അല്ലെങ്കിൽ ഹോമോലോഗസ് ക്രോമസോംസ്. ഇതില് ഒരെണ്ണം മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഇതിൽ ഒരെണ്ണം മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്നതാണ് ഇത് സ്വരൂപ ക്രോമസോമുകൾ. 44 എണ്ണം അല്ലെങ്കിൽ 22 ജോഡിയാണുള്ളത്. ഒരേപോലെയുള്ള രണ്ട് ക്രോമസോമുകൾ ചേരുന്നതാണ് സമരൂപ ക്രോമസോമുകൾ. ഇതിൽ ഒരെണ്ണം മാതാവിൽ നിന്നും ഒരെണ്ണം പിതാവിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഇനി രണ്ടാമത്തത് വരുന്നത് ലിംഗനിർണയ ക്രോമസോമുകൾ. ലിംഗനിർണയ ക്രോമസോമുകൾ എത്ര എണ്ണമാണ്? 2 എണ്ണമാണ് അല്ലെ. അപ്പൊ ഈ ലിംഗനിർണയ ക്രോമസോമുകളെ നമുക്ക് 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് എക്സ് ക്രോമസോം, മറ്റൊന്ന് വൈ ക്രോമസോം. ഏതൊക്കെയാണ്? എക്സ് ക്രോമസോം, മറ്റൊന്ന് വൈ ക്രോമസോം. ഇതില് വൈ ക്രോമസോം എന്ന് പറയുന്നത് എക്സ് ക്രോമസോമുകളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. വൈ ക്രോമസോമുകൾ എക്സിനെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. അതുപോലെ തന്നെ ഓർക്കുക, വൈ ക്രോമസോമിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് SRY ജീൻ. ഏതാണ്? SRY ജീൻ. വൈ ക്രോമസോമിലുള്ള SRY ജീനാണ് ഭ്രൂണത്തില് വൃഷ്ണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. ഓക്കെ, SRY ജീനാണ് ഭ്രൂണത്തില് എംബ്രിയോയില് വൃഷ്ണങ്ങളുടെ വികാസങ്ങൾക്ക് കാരണമാകുന്നത് SRY ജീനാണ്. ഇനി സ്ത്രീകളുടെ ജനിതക ഘടന അറിയാൻ 44+XX ആണ്. പുരുഷന്മാരുടെ ജനിതക ഘടനയാണെങ്കിൽ അത് 44+XY ആണ്. സ്ത്രീകളുടേതാണെങ്കിൽ 44+XX ആണ്. പുരുഷന്മാരുടേതാണെങ്കിൽ 44+XY ആണ്. ഓക്കെ, അടുത്ത നമ്മുടെ ജനിതക രോഗങ്ങളെ പറ്റിയാണ് നോക്കുന്നത്. അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ മംഗോളിസം. ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ മംഗോളിസം. അപ്പൊ നമ്മുടെ സ്വരൂപ ക്രോമസോം എന്താണെന്നൊക്കെ പറഞ്ഞു അല്ലെ. സ്വരൂപ ക്രോമസോം എത്ര എണ്ണമാണുള്ളത്? 44 എണ്ണമാണ് വരുന്നത്. ഈ 44 സ്വരൂപ ക്രോമസോമില് ഒരെണ്ണവും കൂടി കൂടുന്നു. അതായത് 21ാമത്തെ ക്രോമസോം അങ്ങ് ഇരട്ടിക്കുന്നു. അപ്പൊ എന്തായി? 44 എന്നുള്ളത് അവിടെ എന്തായി? 45 ആയി അല്ലെ. 44 എന്നുള്ളത് എന്തായി? 45 ആയി. അപ്പൊ സ്വരൂപ ക്രോമസോമില് ഒരെണ്ണം കൂടുന്നു. ശരിക്കും ഇവിടെ എത്രയാണ് വരേണ്ടത്? 44 വരേണ്ടത്. പക്ഷെ 44 ആണോ വന്നത്? അല്ല, 45 വന്നത്. അപ്പോൾ 45+XX അല്ലെങ്കിൽ XY. XX എന്ന് പറയുന്ന സ്ത്രീകളാണെങ്കിൽ XX, പുരുഷന്മാരാണെങ്കിൽ XY. അപ്പോൾ ഡൗൺ സിൻഡ്രോം വരുമ്പോൾ 45+ ഒന്നുകിൽ സ്ത്രീകളാണെങ്കിൽ XX അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ XY. ഇങ്ങനെയാണ് ഡൗൺ സിൻഡ്രോമിൽ വരുന്നത് അല്ലെങ്കിൽ മംഗോളിസത്തിൽ വരുന്നത്. അപ്പൊ എന്താണ് സ്വരൂപ ക്രോമസോം? സ്വരൂപ ക്രോമസോം ശരിക്കും 44 എണ്ണമാണ് ഉള്ളത്. അതിൽ എന്ത് ചെയ്യുന്നു? ഒരെണ്ണം കൂടുന്നു. 21ാമത്തെ ക്രോമസോമിൽ ഒരെണ്ണം കൂടെ എക്സ്ട്രാ വരുന്നു. അതുകൊണ്ട് 45 എണ്ണമായിട്ട് വന്നു. അപ്പൊ 45+XX അല്ലെങ്കിൽ XY അതാണ് എന്ത്? ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ മംഗോളിസം. ക്ലിയർ? അടുത്തത് ടർണർ സിൻഡ്രോം. ടർണർ സിൻഡ്രോം എന്താണ്? ടർണർ സിൻഡ്രോം ടർണർ സിൻഡ്രോം എന്ന് വെച്ചാൽ സ്ത്രീകളിലെ ലിംഗനിർണയ ക്രോമസോമുകളിൽ ഒരു എക്സ് ക്രോമസോം കുറയുന്നു. അപ്പൊ സ്ത്രീകളിൽ സാധാരണ ലിംഗനിർണയ ക്രോമസോം 44+XX എന്നല്ലേ വരേണ്ടത്. പക്ഷേ അങ്ങനെയാണോ അവിടെ വന്നിരിക്കുന്നത്? അല്ല. എന്തായി വന്നു? 44+X0 അല്ലേ. അതായത് ഇവിടുത്തെ ഒരു എക്സ് അങ്ങ് ക്യാൻസൽ ആയി. ഒരു എക്സ് ഇല്ല, 0 ആണ്. അപ്പൊ എന്ത് ചെയ്തു? ഇവിടുത്തെ ഒരു എക്സ് അങ്ങ് പോയി. അതായത് സ്ത്രീകളിൽ ലിംഗനിർണയ ക്രോമസോമുകളിൽ ഒരു എക്സ് ക്രോമസോം കുറയുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 44+X എന്നിട്ടാലും മതി. അപ്പൊ മൊത്തത്തിൽ 45 എണ്ണമല്ലേ ഉള്ളൂ. അപ്പൊ എന്താണ്? അപ്പൊ ഇങ്ങനെ ഇടുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ഈ രീതിയിൽ കൊടുക്കുന്നത്. 44+X0. XX വരേണ്ടടുത്ത് X0 വന്നു. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? ടർണർ സിൻഡ്രോം എന്ന് പറയുന്നത്. സ്ത്രീകളിൽ ലിംഗനിർണയ ക്രോമസോമിൽ ഒരെണ്ണം കുറയുന്നു, ഒരു എക്സ് ക്രോമസോം കുറയുന്നു. ക്ലിയർ ആണ്? 44+X0. അടുത്ത നോക്കിയ ക്ലിൻഫെൽറ്റർ സിൻഡ്രോം എന്താണ്? പുരുഷന്മാരിൽ ലിംഗനിർണയ ക്രോമസോമിൽ ഒരു എക്സ് ക്രോമസോം കൂടുന്നു. സാധാരണ പുരുഷന്മാരുടെ ജനിതക ഘടന എന്ന് പറയുന്നത് 44+XY ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ഒരു എക്സ് ക്രോമസോം കൂടെ എന്ത് ചെയ്തു? കൂടി അല്ലെ. ഒരു എക്സ് ക്രോമസോം കൂടെ കൂടി. ശരിക്കും ഇത് മാത്രമേ വരേണ്ടിയിരുന്നുള്ളൂ. പക്ഷെ എന്ത് ചെയ്തു? ഒരു എക്സ് ക്രോമസോം കൂടി. അപ്പൊ പുരുഷന്മാരിൽ ലിംഗനിർണയ ക്രോമസോമിൽ ഒരു എക്സ് ക്രോമസോം കൂടുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു എക്സ് ക്രോമസോം കൂടെ വന്നാൽ എന്ത് സംഭവിക്കും? പുരുഷന്മാരിൽ സ്ത്രീ സ്വഭാവം കൂടെ പ്രകടിപ്പിക്കാറുണ്ട്. അതാണ് എന്ത്? ക്ലിൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. ക്ലിയർ ആണേ? അപ്പോൾ മംഗോളിസം അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം പറഞ്ഞു, പിന്നെ ടർണർ സിൻഡ്രോം പറഞ്ഞു, ക്ലിൻഫെൽറ്റർ സിൻഡ്രോമായി.
ഇനി ട്രിപ്പിൾ എക്സ് സിൻഡ്രോം. ട്രിപ്പിൾ എക്സ് സിൻഡ്രോം എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഒരു എക്സ് ക്രോമസോം കൂടുന്നു. സ്ത്രീകളിൽ സാധാരണ 44+X ആണ് വരേണ്ടത്. ഇവിടെ എന്ത് ചെയ്തു? ഒരു എക്സും കൂടെ കൂടി അല്ലെ? സ്ത്രീകളിൽ ഒരു എക്സ് ക്രോമസോം കൂടുന്നു. അതാണ് ട്രിപ്പിൾ എക്സ് സിൻഡ്രോം. 44+XX ട്രിപ്പിൾ എക്സ്. ക്ലിയർ ആണേ? ഇനിയുള്ളത് XYY സിൻഡ്രോം. എന്താണ്? പുരുഷന്മാരിൽ ഒരു Y ക്രോമസോം കൂടുന്നു. സാധാരണ എത്രയാണ് വരേണ്ടത്? 44+XY ആണ് വരേണ്ടത്. അവിടെ എന്ത് ചെയ്തു? ഒരു Y ക്രോമസോമും കൂടെ കൂടുതലായിട്ട് വന്നു. അതുകൊണ്ടാണ് XYY സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 5 കണ്ടീഷൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്, ഈ പറയുന്ന ജനിതക രോഗങ്ങളിൽ മെയിൻ ആയിട്ട് വരുന്നത്. നമുക്ക് ബാക്കിയുള്ളതുണ്ട്, ബാക്കിയുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്ന ജനിതക രോഗങ്ങളിൽ ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ മംഗോളിസം. അപ്പോൾ ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ മംഗോളിസം എന്താണ്? സ്വരൂപ ക്രോമസോമിൽ ഒരെണ്ണം കൂടുന്നു. സ്വരൂപ ക്രോമസോമിൽ ഒരെണ്ണം കൂടുന്നു. 45 എന്നുള്ളത് 44 എന്നുള്ളത് എന്തായി? 45 ആയിട്ട് വന്നു. ഓക്കെ, 45+XX അല്ലെങ്കിൽ 45+XY. അടുത്തുള്ളത് ശ്രദ്ധിക്കുക, ടർണർ സിൻഡ്രോം ആണ്. സ്ത്രീകളിൽ ഒരു എക്സ് ക്രോമസോം എന്ത് ചെയ്തു? കുറഞ്ഞു. 44+X0. മൊത്തത്തിൽ എത്രയേ ഉള്ളൂ? ഇപ്പോൾ ഇവിടെ 45 എണ്ണേ ഉള്ളൂ. മൊത്തത്തിൽ എത്ര വരണം? 46 എണ്ണം വരണം. ഓക്കെ, ഇവിടെ ആണെങ്കിൽ എത്രയായി? 40. ജനിതക ഡൗൺ സിൻഡ്രോമിലാണെങ്കിൽ എത്രയായി? 45ഉം 46ഉം 47ഉം അല്ലേ? 46 വരേണ്ട അടുത്ത് എത്രയായി? 47 എണ്ണം വന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ക്ലിൻഫെൽട്ടർ സിൻഡ്രോമിൽ നോക്കിയുടെ പുരുഷന്മാരിൽ ലിംഗനിർണ്ണയ ക്രോമസോമിൽ ഒരു എക്സ് കൂടി. അപ്പം 44+XXY അവിടെയും എന്തായി? 47 എണ്ണമായി. പിന്നെ ട്രിപ്പിൾ എക്സിലും എന്ത് തന്നെയാണ്? 47 ആണ്. അവിടെ എന്ത് ചെയ്തു? സ്ത്രീകളിൽ ഒരു എക്സ് ക്രോമസോം കൂടി 44+XXX ആയി. അതുപോലെ തന്നെ XYY പുരുഷന്മാരിൽ ഒരു Y ക്രോമസോം കൂടുന്നു. ക്ലിയർ ആണോ? 44+XYY. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ജനിതക രോഗങ്ങൾ. ഇനി നമ്മൾ അടുത്തതിലോട്ട് പോവുകയാണ് ജീനുകൾ. അപ്പൊ DNA-ക്കകത്താണ് ആരുള്ളതെന്ന് പറഞ്ഞു? ജീൻ ഉള്ളത് അല്ലേ? ഇപ്പോൾ ഒരു ജീവിയുടെ ഘടന എടുക്കുമ്പോൾ എന്താണ്? കോശം, കോശത്തിനുള്ളിൽ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം, മർമ്മത്തിനുള്ളിൽ ക്രോമസോം, ക്രോമസോമിനുള്ളിൽ DNA, DNA-യുടെ ഭാഗങ്ങളാണ് ഏതെന്ന് പറയുന്നത്? ജീനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ജീനുകൾ എന്ന് പറയുമ്പോൾ DNA-യിൽ നിശ്ചിത ന്യൂക്ലിയോടൈഡിന്റെ ശ്രേണിയാണ് ഏത്? ജീൻ. ഇവിടെ നോക്കിയിട്ട് ഇവിടെ ഇത്രയും വരെയുള്ളത് ഒരു ജീനാണ്, ഇവിടെ അടുത്ത വരെയുള്ളത് അടുത്ത ജീനാണ്. അങ്ങനെ ഓരോ നിശ്ചിത ന്യൂക്ലിയോടൈഡിന്റെ ശ്രേണിക്ക് പറയുന്ന പേരാണ് എന്ത്? ജീൻ എന്ന് പറയുന്നത്. ഇനി ജീനിന്റെ നിർദ്ദേശം അനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനാണ് സ്വഭാവ സവിശേഷതകളെ രൂപപ്പെടുത്തുന്നതും അതുപോലെ മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ജീനിന്റെ നിർദ്ദേശം അനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ്. അപ്പൊ ഈ ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രോട്ടീൻ നിർമ്മിക്കുന്ന, പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ നടത്താറില്ലേ? അപ്പൊ ഈ പ്രോട്ടീൻ നിർമ്മിക്കുന്നത് ജീനിന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. അതുപോലെ തന്നെ പ്രോട്ടീനുകളാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുകയും മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ക്ലിയർ? ഇനി എന്താണ് RNA? അപ്പൊ ഇത്രയും വരെ ആയപ്പോൾ നമ്മുടെ DNA-യുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് RNA-യെ പറ്റിയാണ്. RNA എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ്. ഒരു ഇഴയാൽ നിർമ്മിച്ചിരിക്കുന്ന ന്യൂക്ലിക് ആസിഡ്. നമ്മുടെ DNA ആയപ്പോൾ 2 ഇഴയായിരുന്നു അല്ലേ? ഇവിടെ ആയപ്പോൾ എന്തേ ഉള്ളൂ? ഒരൊറ്റ ഇഴ മാത്രമേ ഉള്ളൂ. ഒരു ഇഴയാൽ നിർമ്മിച്ചിരിക്കുന്ന ന്യൂക്ലിക് ആസിഡിനെയാണ് എന്ത് പറയുന്നത്? RNA എന്ന് പറയുന്നത്. അപ്പൊ RNA-യിലുള്ള ന്യൂക്ലിയോടൈഡിലെ ഘടകങ്ങൾ, അവിടെയും എന്താണ് അടിസ്ഥാന ഘടകം? ആരാ? ന്യൂക്ലിയോടൈഡ് തന്നെയാണ്. അപ്പോൾ RNA-യിലുള്ള ന്യൂക്ലിയോടൈഡിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ട്. ഷുഗർ ഉണ്ടോ? ഉണ്ട്. പെൻഡോസ് ഷുഗർ ഉണ്ട്. അവിടെ ഒരു ഒറ്റ കാര്യം ഓർക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ഏത് ഷുഗർ ആയിരുന്നു, ഏത് പഞ്ചസാരയായിരുന്നു ഉണ്ടായിരുന്നത്? ഡീഓക്സി റൈബോസ് ആണ്. ഏതാണ്? ഡീഓക്സി റൈബോസ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ RNA-യിൽ എന്താണുള്ളത്? റൈബോസ് ആണ്. RNA-യിലുള്ളത് എന്താണ്? റൈബോസ് ഷുഗർ ആണ്. പിന്നെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നൈട്രജൻ ബേസ്. ഇവിടെയും കണ്ടന്റ് എല്ലാം സെയിം തന്നെയാണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, പഞ്ചസാര തന്മാത്രയുണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്. ഒരൊറ്റ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ DNA-യിൽ പഞ്ചസാര തന്മാത്രയായിട്ട് വന്ന ഡിയോക്സി റൈബോസ് ആണെങ്കിൽ RNA-യിൽ പഞ്ചസാര തന്മാത്രയായിട്ട് വരുന്നത് റൈബോസ് ആണ്. ക്ലിയർ? ഇനി RNA-യിലെ നൈട്രജൻ ബേസുകൾ. RNA-യിലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? ഒന്ന് അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇവിടെ നിങ്ങൾ പ്രത്യേകം ഓർക്കുക, RNA-യിലുള്ള നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്?
അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പോഴൊന്ന് നോക്കിയാലേ നമ്മൾ എവിടെ നേരത്തെ DNA പറഞ്ഞപ്പോൾ ഈ ഒരു യുറാസിലിനെ നമ്മൾ കണ്ടില്ല അല്ലേ? യുറാസിൽ അവിടെ ഇല്ലായിരുന്നു. അപ്പൊ അതിന് പകരം അവിടെ ആരാ ഉണ്ടായിരുന്നത്? തൈമിൻ അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. DNA യുറാസിലിന് പകരമായിട്ട് ആരായിരുന്നു? തൈമിനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ RNA ആ തൈമിന് പകരമായിട്ട് വന്നത് ആരാണ്? യുറാസിലാണ്. ആരാണ്? യുറാസിലാണ്. പഠിച്ചോളനെ ചോദിക്കാറുള്ളതാണ്. DNA തൈമിനു പകരമായി RNA നൈട്രജൻ ബേസ് ഏതാണ്? യുറാസിലാണ്. ഓക്കെ, അപ്പോൾ യുറാസിൽ പെയർ ചെയ്യുന്നതും നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ്. തൈമിൻ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. അഡിനിനും തൈമിനുമായിരുന്നു DNA പെയറിങ് വന്നത്. ഇവിടെ എന്തുമായിട്ടാണ്? അഡിനിൻ യുറാസിലുമായിട്ട് പെയർ ചെയ്യുന്നു. ഗ്വാനിൻ, സൈറ്റോസിൻ അതിന് വേറെ വ്യത്യാസമൊന്നുമില്ല. അവിടെ തൈമിന് പകരമായിട്ട് മാത്രം ആര് വരുന്നു? യുറാസിൽ വരുന്നു. അപ്പൊ അഡിനിനും യുറാസിലുമായിട്ടാണ് പെയറിങ് നടക്കുന്നത്. ക്ലിയർ? ഇനി പ്രോട്ടീൻ നിർമ്മാണത്തിൽ DNA പോലെ തന്നെ RNAയും എന്ത് ചെയ്യാറുണ്ട്? പങ്ക് വഹിക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമാണ്. RNA ഒറ്റ സ്ട്രാൻഡ് ആയിട്ടാണുള്ളത്. ആ ഒറ്റ സ്ട്രാൻഡിൽ തന്നെ ഫോസ്ഫേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഷുഗർ ഗ്രൂപ്പ് വരുന്നുണ്ട്, പിന്നെ എന്താ പടികൾ വരുന്നുണ്ട്. പടികൾ എന്താണ്? നൈട്രജൻ ബേസുകളാണ്. ഇവിടെ നോക്കിയാൽ ഇതൊരു ഷുഗർ ഗ്രൂപ്പാണ്, ഫോസ്ഫേറ്റ് ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട് ഇല്ലേ? അഡിനിൻ ഉണ്ട്. തൈമിന് പകരമായിട്ട് യുറാസിൽ വരുന്നു. സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, യുറാസിൽ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് തന്നെയാണ് ഇവിടെയും ബോണ്ടിങ് നടത്തുന്നത്. അതായത് ഓരോ ന്യൂക്ലിയോടൈഡ് തമ്മിൽ ബോണ്ട് ചെയ്യുന്നത് ആര് തന്നെയാണ്? ബന്ധിപ്പിക്കുന്നത് ആരാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ ഒറ്റ ഇഴയാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. നേരത്തെ DNAക്ക് 2 ഇഴകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്ര വ്യത്യാസമേ വരുന്നുള്ളൂ RNAയും DNAയും തമ്മിൽ. ഓക്കെ, ഷുഗറിന്റെ കാര്യം മാത്രം ഓർക്കാം. ഒന്നുകിൽ DNA ഡിയോക്സി റൈബോസ് ആണ്, RNAയിലാണെങ്കിൽ റൈബോസ് ആണ്. ഓക്കെ, അതുപോലെ നൈട്രജൻ ബേസ് വരുമ്പോഴത്തേക്ക് ആരാണ്? തൈമിന് പകരമായിട്ട് യുറാസിൽ വരുന്നു. എവിടെ? RNAയിൽ. DNA തൈമിൻ വരുന്നു. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. RNAയിൽ അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇനി നമ്മൾ പ്രോട്ടീൻ നിർമ്മാണത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ നിർമ്മാണത്തിൽ 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് ട്രാൻസ്ക്രിപ്ഷനും മറ്റൊന്ന് ട്രാൻസ്ലേഷനും. പ്രോട്ടീൻ നിർമ്മാണത്തിലെ 2 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ, മറ്റൊന്ന് ട്രാൻസ്ലേഷൻ. എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്നും എന്താണ് ട്രാൻസ്ലേഷൻ എന്നും പഠിക്കുക. അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണത്തിലെ 2 ഘട്ടങ്ങൾ പേര് പഠിക്കുക. ഒന്നെന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ. ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ, മറ്റൊന്ന് ട്രാൻസ്ലേഷൻ. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. ശ്രദ്ധിക്കുക, നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ DNA ഒരു ജീനിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ mRNA രൂപപ്പെടുന്നു. അപ്പോൾ DNA എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ? ഇതുപോലെ ഡബിൾ സ്ട്രാൻഡ് ആയിട്ടിരിക്കുന്ന സംഭവമാണ് DNA. ഈ DNAയിൽ നിന്നും ഇതെന്തായിട്ട് മാറുന്നു? ഇതിനകത്ത് നിന്നും എന്താവുന്നു? ഇതിലൊരെണ്ണം mRNA ആയിട്ട് മാറുന്നു. ഈ mRNA ആയിട്ട് മാറിയിട്ട് അത് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ DNA ഒരു ജീനിൽ നിന്നും വിവിധ എൻസൈമുകളുടെ സഹായത്താൽ എന്ത് ചെയ്യുന്നു? mRNA രൂപീകരിക്കുന്നു. ഈ mRNAയിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശമാണ് അടങ്ങിയിരിക്കുന്നത്. mRNA എന്ന് വെച്ചാൽ എന്താണ്? mRNA എന്ന് വെച്ചാൽ മെസ്സഞ്ചർ RNA അല്ലേ? മെസ്സഞ്ചർ RNA മെസ്സേജ് കൊണ്ടുപോകുന്നു. മെസ്സഞ്ചർ RNA സന്ദേശങ്ങളെ കൊണ്ടുപോകുന്നതാണ്. അതാണ് എന്ത്? മെസ്സഞ്ചർ RNA, mRNA. അപ്പോൾ DNAയിൽ 2 സ്ട്രാൻഡാണ്. RNA, mRNA ആകുമ്പോൾ എന്തായി? ഒറ്റ സ്ട്രാൻഡ് ആയില്ലേടെ. അപ്പോൾ DNAയിൽ ഏതോ ഒരു ജീനിൽ നിന്നും എന്ത് ചെയ്യുന്നു? വിവിധ എൻസൈമുകളുടെ സഹായത്തോടു കൂടി mRNA രൂപപ്പെടുന്നു. mRNAയിൽ പ്രോട്ടീൻ നിർമ്മാണത്തിലുള്ള സന്ദേശമുണ്ട്. അതാണ് മെസ്സഞ്ചർ RNA. ഇനി രണ്ടാമത്തേൽ എന്താ ചെയ്യുന്നത്? ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ mRNAയിലെ സന്ദേശമനുസരിച്ച് tRNAകൾ നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ അവിടെ വേറെ ആൾക്കാർ വരുന്നത്. അതായത് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ആയപ്പോൾ നമ്മുടെ ന്യൂക്ലിയസിൽ ട്രാൻസ്ക്രിപ്ഷൻ ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ DNA ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെ? ഇവിടെയാണ് DNA ഇരിക്കുന്നത്. ഈ DNA എന്ത് ചെയ്തു? DNAയിൽ നിന്ന് എന്തുണ്ടായി? mRNA ഉണ്ടായി. ഈ mRNA നേരെ എവിടെ എത്തി? ന്യൂക്ലിയസിന് പുറത്തെത്തിയില്ലേ? അതായത് പുറത്തെത്തിന്ന് വെച്ചാൽ സെല്ലിന് പുറത്തല്ല, ന്യൂക്ലിയസിന് പുറത്തെത്തി. അപ്പൊ ന്യൂക്ലിയസിന് പുറത്ത് ആരൊക്കെ ഉണ്ടേ? കോശമല്ലേ? കോശത്തിനകത്ത് കോശാംഗങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ ഈ mRNA ഇവിടെ നിൽക്കുകയാണ്, കോശത്തിനകത്തേക്കാണ്. ന്യൂക്ലിയസിന് പുറത്തെത്തി, കോശത്തിനകത്തേക്കാണ്. അപ്പൊ ഈ ന്യൂക്ലിയസിൽ നിന്നും എവിടെ എത്തി? ഈ mRNA നേരെ വന്നിട്ട് ആരുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്? റൈബോസോമുമായിട്ട് അങ്ങ് അറ്റാച്ച് ചെയ്യുന്നു.
ഓക്കെ, റൈബോസോമിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ mRNA ഇതായിരിക്കുകയാണ്, ഞാൻ കോശത്തിനകത്തുള്ള സ്ട്രക്ചറാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ mRNA ഇതാ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ആരിയ്ക്കുകയാണ്, നമ്മുടെ ആരിയ്ക്കുണ്ട്, നമ്മുടെ റൈബോസോമിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ റൈബോസോമിൽ വന്ന് അങ്ങ് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ mRNA, ഇപ്പം ഇതാ mRNA വരുന്നു, റൈബോസോം ഇവിടെ ഇരിക്കുകയാണ്, റൈബോസോമിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. എത്തിയ mRNAയിലെ സന്ദേശം അനുസരിച്ച് അപ്പം ഇവിടെ ഒരാളും കൂടെ വരുന്നു, tRNA എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ RNA. tRNA ആരാണ്? ട്രാൻസ്ഫർ RNA. ഈ ട്രാൻസ്ഫർ RNAകൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. അപ്പോൾ ഇവരിവിടെ നിന്നും റൈബോസോമിനെ എന്ത് ചെയ്യുന്നു, റൈബോസോമിനെ എന്നല്ല, നിശ്ചിത അമിനോ ആസിഡിനെ റൈബോസോമിൽ എത്തിക്കുന്നു. അമിനോ ആസിഡുകൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ അമിനോ ആസിഡിനെ എവിടെ എത്തിക്കുന്നു? റൈബോസോമിലോട്ട് എത്തിക്കുന്നു. അതായത് ഇവിടെ വെച്ചിട്ട് അമിനോ ആസിഡുകൾ ഇങ്ങനെ കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? അമിനോ ആസിഡുകൾ ഇങ്ങനെ കൂടിച്ചേർന്നിട്ട് പ്രോട്ടീനുകളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ tRNA എന്ത് ചെയ്തു? ട്രാൻസ്ഫർ RNA എന്ത് ചെയ്തു? ന്യൂക്ലിയസിൽ നിന്നും mRNA ഇറങ്ങി എവിടെ എത്തി? റൈബോസോമിലോട്ട് എത്തി. അപ്പോൾ ഈ റൈബോസോമിലോട്ട് എത്തിച്ചേർന്ന് ഈ mRNAയുടെ സന്ദേശം അനുസരിച്ചുകൊണ്ട് tRNA എന്ത് ചെയ്തു? നിശ്ചിത അമിനോ ആസിഡുകളെ എവിടെ എത്തിച്ചു? റൈബോസോമിൽ എത്തിച്ചു. റൈബോസോമിന്റെ ഭാഗമായ rRNAകളുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നു. അപ്പോൾ റൈബോസോമിലേക്ക് എത്തിച്ചു. റൈബോസോമിൽ വെച്ചിട്ട് rRNAയുടെ സഹായത്തോടു കൂടി ഇതിനെ കൂട്ടിച്ചേർത്തിട്ട് എന്തായിട്ട് മാറി? പ്രോട്ടീനായിട്ട് മാറി. ഓക്കെ ആണോ? അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണത്തിൽ 2 ഘട്ടങ്ങൾ, ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ, മറ്റൊന്ന് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ DNA എന്തായി? mRNA ആയിട്ട് മാറുന്നത് ട്രാൻസ്ക്രിപ്ഷൻ. ക്ലിയർ? mRNA എന്ത് ചെയ്തു? ട്രാൻസ്ലേഷനിൽ mRNA ന്യൂക്ലിയസിന് പുറത്തെത്തി. അവിടെ നിന്നും നേരെ അത് റൈബോസോമുമായിട്ട് അറ്റാച്ച് ചെയ്തു. അറ്റാച്ച് ചെയ്തപ്പോൾ mRNAയിലെ സന്ദേശം അനുസരിച്ചുകൊണ്ട് tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA ആരെ കൊണ്ടുവന്നു? നമ്മുടെ അമിനോ ആസിഡുകൾ എവിടെ എത്തിച്ചു? റൈബോസോമിൽ എത്തിച്ചു. ഇല്ലേ? ഇനി റൈബോസോമിൽ വെച്ചിട്ട് mRNAയുടെ സഹായത്തോടു കൂടി rRNAയുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ഈ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്തിട്ട് എന്തായിട്ട് മാറ്റുന്നു? അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്തിട്ട് പ്രോട്ടീൻ ആക്കി മാറ്റുന്നു. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. ഈ ഘട്ടമാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ആ ഒരു പിക്ചറിനെ നോക്കാം. rRNA എന്ന് പറയുമ്പോൾ റൈബോസോമൽ RNA, റൈബോസോമിലുള്ള RNA, അതിന്റെ സഹായത്തോടു കൂടിയാണ് ഈ അമിനോ ആസിഡിനെ കൂട്ടിച്ചേർത്തിട്ട് പ്രോട്ടീനാക്കി മാറ്റിയത്. ഇനി നമുക്ക് പിക്ചറും കൂടെ ഒന്ന് നോക്കാം. ട്രാൻസ്ക്രിപ്ഷൻ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ട്രാൻസ്ക്രിപ്ഷൻ, നമ്മുടെ DNA ഇവിടെ ഇരിക്കുകയായിരുന്നു അല്ലേ? ഈ DNAയിൽ നിന്ന് ആര് മാറിയുടെ ഒരു mRNA വന്നു. mRNA ആയിട്ട് വന്നാണ്ട DNAയിൽ നിന്ന് ആ ഒരു സ്ട്രാൻഡ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് mRNA ആയിട്ട് മാറിയതാണ്ടില്ലേ? ആ mRNA എന്ത് ചെയ്തു? ഇത് ന്യൂക്ലിയസിനകത്ത് വെച്ചാണ് ഈ സംഭവമാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. DNA എന്തായിട്ട് മാറി? mRNA ആയിട്ട് മാറി. ഇത്രയും ഭാഗം കണ്ടോ? ഒരു സ്ട്രാൻഡായിട്ട് പ്രത്യേകിച്ച് പുറത്ത് വരികയാണ്. ആ mRNA നേരെ എവിടെ എത്തി? നമ്മുടെ ന്യൂക്ലിയസിന് പുറത്തെത്തി. കോശത്തിന് പുറത്തല്ല, ന്യൂക്ലിയസിന് പുറത്തെത്തി. ഈ ന്യൂക്ലിയസിന് പുറത്തെത്തി എന്ന് പറയുമ്പോൾ കോശാംഗങ്ങൾക്കിടയിൽ കോശദ്രവ്യത്തിൽ വന്നു. അവിടെ അരയ്ക്കേണ്ട എല്ലാ കോശാംഗങ്ങളും ഉണ്ട്. അതിലൊരാളാണ് റൈബോസോം. അപ്പോൾ ഈ mRNA പതുക്കെ വന്നിട്ട് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സ്റ്റേജാണ്. ട്രാൻസ്ലേഷനിലാണ് എന്ത് ചെയ്യുന്നത്? നേരെ പുറത്തോട്ട് വന്ന് ഇവിടെ ന്യൂക്ലിയസിന് പുറത്തോട്ട് വന്നിട്ട് ആരുമായിട്ട്? റൈബോസോം, ഇതായിരിക്കുന്ന റൈബോസോമുമായിട്ട് കൂടിച്ചേർന്നു അല്ലേ? റൈബോസോമുമായിട്ട് ആര് കൂടിച്ചേർന്നു? mRNA കൂടിച്ചേർന്നു. എന്നിട്ട് tRNA ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ tRNA ആരെ കൊണ്ടുവരുന്നുണ്ട്? കുറേ അമിനോ ആസിഡുകളെ കൊണ്ടുവരുന്നത്. ഇവിടെയൊക്കെ tRNA ഇരിക്കുകയാണ്. ഈ tRNA ആരെ കൊണ്ടുവരുന്നുണ്ട്? അമിനോ ആസിഡിനെ കൊണ്ടുവരുന്നുണ്ട്. ഈ അമിനോ ആസിഡിനെ കൊണ്ട് ആർക്ക് കൊടുക്കുന്നു? നമ്മുടെ റൈബോസോമിന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ റൈബോസോമിൽ ആരുണ്ട്? rRNA ഉണ്ട്, റൈബോസോമൽ RNA ഉണ്ട്. ഈ റൈബോസോമൽ RNA ഈ വരുന്ന അമിനോ ആസിഡിനെ ഇങ്ങനെ ചേർത്ത് വെച്ച് എന്തായിട്ട് മാറ്റി? പ്രോട്ടീനുകളാക്കി മാറ്റി. ക്ലിയർ ആണോ? DNAയിൽ നിന്നും mRNAയിൽ നിന്നും എന്ത് വന്നു? mRNA പുറത്തോട്ട് വന്നു, ന്യൂക്ലിയസിന് പുറത്തോട്ട് വന്നു. കോശാംഗമാണേ. അപ്പോൾ ന്യൂക്ലിയസിന് പുറത്തോട്ട് വന്ന് കോശദ്രവ്യത്തിനകത്തേക്കാണ്. ഈ കോശദ്രവ്യത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അവിടെ ആരുണ്ട്? റൈബോസോം, കോശാംഗമായിട്ടുള്ള റൈബോസോം ഉണ്ട്. അപ്പോൾ റൈബോസോമുമായിട്ട് അറ്റാച്ച് ചെയ്തു. ഈ റൈബോസോമിലേക്ക് ആര്? tRNA, ട്രാൻസ്ഫർ RNA ആരെയും കൊണ്ടുവരികയാ? അമിനോ ആസിഡിനെയും കൊണ്ടുവരികയാണ്. ഈ അമിനോ ആസിഡിനെ കൊണ്ടുവന്ന് ആർക്ക് കൊടുത്തു? നമ്മുടെ റൈബോസോമിന് കൊടുത്തു. റൈബോസോമിന് കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു? ഈ റൈബോസോമിൽ ഈ വരുന്ന അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് rRNA അല്ലെങ്കിൽ റൈബോസോമൽ RNAയുടെ സഹായത്താൽ എന്താക്കി മാറ്റി? ഇങ്ങനെ ചെയിനായിട്ട് മാറ്റിയില്ലേ? അതാണ് എന്ത്? പ്രോട്ടീനുകളാക്കി മാറ്റി.
ഓക്കെ, അപ്പോൾ 2 സ്റ്റെപ്പ് പഠിച്ചു വയ്ക്കുക. ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ, മറ്റൊന്ന് ട്രാൻസ്ലേഷൻ. ഈ രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത്. പ്രോട്ടീൻ സംശ്ലേഷണം അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന ഭാഗം എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? റൈബോസോമിൽ വെച്ചാണ് നടക്കുന്നത് നമുക്കറിയാം. എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞത്. നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. 2 സ്റ്റേജുകൾ, ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ, മറ്റൊന്ന് ട്രാൻസ്ലേഷൻ. ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഇപ്പം നമ്മുടെ പ്രോട്ടീൻ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്ന 3 തരത്തിലുള്ള RNA കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA, മറ്റൊന്ന് tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA, മറ്റൊന്ന് rRNA അല്ലെങ്കിൽ റൈബോസോമൽ RNA. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങൾ, പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമുള്ള സന്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ഇതിൽ mRNAയിൽ. ട്രാൻസ്ഫർ RNA എന്ന് പറയുമ്പോൾ tRNA എന്ന് പറയുമ്പോൾ അമിനോ ആസിഡ്സിനെ കൊണ്ടുവരുന്ന tRNA ആണ്. റൈബോസോമൽ RNA അല്ലെങ്കിൽ rRNA എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്നത് അല്ലെങ്കിൽ ഈ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രോട്ടീൻ ആക്കി മാറ്റുന്നത് ആരാണ്? rRNA ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ജെനറ്റിക്സ് എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ്. അപ്പൊ അതിലേക്ക് എത്തുന്നതിന് മുന്നേ 1-2 ടേംസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി? എന്താണ് പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി? എന്താണ് പാരമ്പര്യം? മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതാണ് പാരമ്പര്യം, അല്ലേ? മാതാപിതാക്കളുടെ അതേ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? കുട്ടികളിലേക്ക് വരാറുണ്ട്. ചില അവസരങ്ങളിൽ വരും, ചില അവസരങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതേപോലെ മക്കളിലേക്ക് അല്ലെങ്കിൽ അടുത്ത സന്താനങ്ങളിലേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ അതിനെ പറയാം പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി എന്ന് പറയാം. ഇനി എന്താണ് വ്യതിയാനം അല്ലെങ്കിൽ വേരിയേഷൻസ്? മാതാപിതാക്കളിൽ നിന്നും വ്യത്യസ്തമായി സന്താനങ്ങളിൽ പ്രകടമാക്കുന്ന സവിശേഷതകളാണ് ഇത് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻസ്. അപ്പോൾ മാതാപിതാക്കളുടെ സവിശേഷതകൾ അതേപോലെ സന്താനങ്ങളിലേക്ക് വരികയാണെങ്കിൽ അത് പാരമ്പര്യമാണ്, ഹെറിഡിറ്റി ആണ്. നമ്മൾ പറയാറുണ്ട് പാരമ്പര്യമായി കിട്ടിയതാണെന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? അതെന്താണ്? അവരുടെ ആ കുട്ടികളുടെ അമ്മയ്ക്ക് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ അവരുടെ അടുത്ത തലമുറയിലേക്ക് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ വരുന്നതിനാണ് നമ്മൾ പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ എന്നും പറയുന്നത്. ഓക്കെ, ഇനി മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്ന ജീനുകളാണ് പാരമ്പര്യം, വ്യതിയാനം എന്നിവയ്ക്ക് കാരണമാകുന്നത്. അപ്പൊ ഈ ഒരു പാരമ്പര്യത്തിനും വ്യതിയാനങ്ങൾക്കൊക്കെ കാരണമാകുന്ന എന്താണ്? ജീനുകളാണ്. മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങളിലേക്ക് ലഭിക്കുന്ന ജീനുകളാണ് ഈ പാരമ്പര്യത്തിനും വ്യതിയാനങ്ങൾക്കൊക്കെ കാരണമായിട്ട് വരുന്നത്. ഇനി ജീനുകളുടെ പാരമ്പര്യം, വ്യതിയാനങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്ര ശാഖയ്ക്ക് പറയുന്ന പേരാണ് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ്. പാരമ്പര്യം, വ്യതിയാനങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ഇത് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ്. അപ്പൊ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവിനെ പഠിച്ചു വെക്കുക. ആരാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ആരാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ഒറ്റ വ്യക്തിയാണ്, ഒരാളാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. മെൻഡൽ പരീക്ഷണങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ചെടി ഏതാണ്? ഏത് ചെടിയിലാണ് മെൻഡൽ തന്റെ പരീക്ഷണങ്ങൾ നടത്തിയത്? അതിനു വേണ്ടിയിട്ട് അദ്ദേഹം സെലക്ട് ചെയ്ത ചെടി ഏതെന്ന് വെച്ചാൽ തോട്ടപ്പയർ, പീ പ്ലാന്റ്, തോട്ടപ്പയർ. അതിന്റെ ശാസ്ത്രീയ നാമവും പഠിച്ചു വെക്കുക, പൈസം സറ്റൈവം. തോട്ടപ്പയറിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? പൈസം സറ്റൈവം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ്? നമ്മൾ ജീനുകളുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ മാതാപിതാക്കളിൽ നിന്ന് കുട്ടികളിലേക്ക് വരുന്ന ജീനുകളാണ് പാരമ്പര്യത്തിന് വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നത്. ഇത്തരത്തിൽ ഈ ജീനുകളുടെ പാരമ്പര്യത്തെയും വ്യതിയാനങ്ങളെയൊക്കെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇത് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്ന വ്യക്തിയാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. മെൻഡൽ പരീക്ഷണങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ചെടി ഏതാണ്? തോട്ടപ്പയർ അല്ലെങ്കിൽ പൈസം സറ്റൈവം. ഇനി മെൻഡൽ പരീക്ഷണങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത 7 സവിശേഷതകൾ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം തോട്ടപ്പയർ അല്ലെങ്കിൽ പീ പ്ലാന്റിലാണ് ഈ പരീക്ഷണങ്ങളെല്ലാം നടത്തിയത്. അതില് 7 സവിശേഷതകളാണ്, ചെടികളുടെ 7 സവിശേഷതകളാണ് അദ്ദേഹം പരീക്ഷണങ്ങൾക്ക് വേണ്ടി വിധേയമാക്കിയത്. ഏതൊക്കെയാണ് ആ 7 സവിശേഷതകൾ? ഒന്ന് ചെടികളുടെ ഉയരം, രണ്ടാമത്തത് പൂവിന്റെ സ്ഥാനം, 3 വിത്തിന്റെ ആകൃതി, 4 വിത്തിന്റെ ആവരണത്തിന്റെ നിറം, 5 ബീജപത്രത്തിന്റെ നിറം,
6 ഫലത്തിന്റെ ആകൃതി, 7 ഫലത്തിന്റെ നിറം. അപ്പൊ ഈ ഒരു 7 സവിശേഷതകൾ വെച്ചിട്ട് ഇതിനകത്ത് ഈ കാര്യങ്ങൾ വെച്ചിട്ടുള്ള പരീക്ഷണങ്ങളാണ് അദ്ദേഹം തോട്ടപ്പയറിൽ ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ 7 സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. നമ്മുടെ ക്വസ്റ്റ്യന് വരാറുണ്ട്. ഈ മെന്റൽ പരീക്ഷണങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ചെടിയുടെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് എന്ന ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഈ 7 എണ്ണം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? ചെടികളുടെ ഉയരം, പൂവിന്റെ സ്ഥാനം, വിത്തിന്റെ ആകൃതി, വിത്തിന്റെ ആവരണത്തിന്റെ നിറം, ബീജപത്രത്തിന്റെ നിറം, ഫലത്തിന്റെ ആകൃതി, ഫലത്തിന്റെ നിറം. ക്ലിയർ? ഇനിയുള്ളത് പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒരു ജോഡി ഘടകങ്ങൾ ഉണ്ടെന്ന് മെന്റൽ വിശദീകരിച്ചു. അതായത് ഈ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കണമെങ്കിൽ അതിന് ഒരു ജോഡി ഘടകങ്ങളാണ് അതിനെ സഹായിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇതിനെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ചിത്രീകരിക്കുകയും ചെയ്തു. പക്ഷെ ആദ്യം അദ്ദേഹം ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്നാണ് ഇതിനെ വിളിച്ചത്. വേറൊരു പേര് കൊടുക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞത്. ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ്. പിന്നീട് പിൽക്കാലത്താണ് ഈ പറയുന്ന ഘടകങ്ങളാണ് എന്തെന്ന് മാറിയത്? ജീനുകൾ എന്ന പേരിലേക്ക് അറിയപ്പെട്ടത്. അപ്പൊ ഏതോ ഒരു കാര്യം, ഒരു ഘടകം, ആ ഒരു ഘടകമാണ് നമ്മുടെ ഓരോ സവിശേഷതകളെയും അല്ലെങ്കിൽ ഓരോ സ്വഭാവത്തെയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഒരു ജോഡി ഘടകങ്ങളാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം അതിനെ പ്രതീകങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചിത്രീകരിച്ചു. ആ ഘടകങ്ങൾ എന്താണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. പിന്നീടാണ് ഈ ഘടകങ്ങളെ ജീനുകൾ എന്ന പേരിലോട്ട് മാറ്റിയത്. ഓക്കെ, ആ ഘടകങ്ങളാണ് ജീനുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇനി മെന്റലിന്റെ നിഗമനങ്ങൾ അറിയപ്പെടുന്നത് ഒരു നിയമത്തിന്റെ പേരിലാണ്. അതാണ് എന്ത്? പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ. മെന്റലിന്റെ നിഗമനങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ അല്ലെങ്കിൽ ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ മെന്റലിന്റെ പരീക്ഷണങ്ങൾ, അപ്പോൾ ആദ്യകാലത്തൊന്നും മെന്റലിന്റെ പരീക്ഷണങ്ങൾ ശരിയാണ് അല്ലെങ്കിൽ ഈ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മെന്റലിന്റെ പരീക്ഷണങ്ങൾ ശരിയാണ് എന്ന് തെളിയിച്ചതും അദ്ദേഹത്തെ ജെനറ്റിക്സിന്റെ പിതാവായിട്ട് കണക്കാക്കിയതും. ആദ്യമൊക്കെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടും ശാസ്ത്രലോകം അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പിന്നീട് മെന്റലിന്റെ പരീക്ഷണങ്ങൾ അത് വീണ്ടും പുതിയ പുതിയ സാങ്കേതിക വിദ്യകളിലൂടെയൊക്കെ പഠിച്ചെടുത്ത് അത് ശരിയാണ് എന്ന് തെളിയിച്ച 3 ശാസ്ത്രജ്ഞരാണ്. ഒന്ന് ഹ്യൂഗോ ഡി വ്രീസ്, മറ്റൊന്ന് കോൾ കോറൻസ്, പിന്നെ ഒരാൾ എറിക് ഓൺ ഷെർമാർക്ക്. ഈ 3 പേരുടെ പേരും പഠിക്കുക. മെന്റലിന്റെ പരീക്ഷണങ്ങൾ പിൽക്കാലത്ത് ശരിയാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞരാണ് ഹ്യൂഗോ ഡി വ്രീസ്, കോൾ കോറൻസ്, എറിക് ഓൺ ഷെർമാർക്ക്. ക്ലിയർ ആണേ? അപ്പൊ മെന്റലിന്റെ നിഗമനങ്ങൾ അറിയപ്പെടുന്നത് പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ എന്നാണ്. ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്നാണ്. മെന്റലിന്റെ പരീക്ഷണങ്ങൾ ശരിയാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ഹ്യൂഗോ ഡി വ്രീസ്, കോൾ കോറൻസ്, എറിക് ഓൺ ഷെർമാർക്ക്. ഇനി എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ്? മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താണ്? അതായത് മെന്റല് ഒരു ജോഡി വിപരീത ഗുണങ്ങളെ ഉപയോഗിച്ച് നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. മെന്റല് ഒരു ജോഡി വിപരീത ഗുണങ്ങളെ ഉപയോഗിച്ച് നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളാണ് ഏതെന്നറിയപ്പെടുന്നത്? മോണോ ഹൈബ്രിഡ് ക്രോസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചെടികളുടെ ഉയരം, അതാണ് അദ്ദേഹം ആദ്യമായിട്ട് പരീക്ഷണങ്ങൾക്ക് ഉപയോഗിച്ചത്. അതായത് ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമായിട്ടുള്ള ചെടികളെ തമ്മിൽ വർഗസങ്കരണം നടത്തി. പീ പ്ലാന്റ് അല്ലെങ്കിൽ തോട്ടപ്പയറിൽ തന്നെ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമായിട്ടുള്ള ചെടികളെ തമ്മിൽ വർഗസങ്കരണം നടത്തി. അതാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഒറ്റ ഹൈബ്രിഡ്, ഉയരം എന്ന് പറയുന്ന ഒറ്റ ഹൈബ്രിഡ് മാത്രമാണ് ഉപയോഗിച്ചത്. അതിൽ തന്നെ കൂടിയതും കുറഞ്ഞതും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള 2 എണ്ണമാണ് എടുത്തത്. ഓക്കെ, ഇതാണ് മെന്റലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസ് വരുന്നത്. എന്ത് ചെയ്തു? ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമായിട്ടുള്ള 2 സസ്യങ്ങളെ എടുത്തു. അതിൽ ആദ്യത്തെ ജനറേഷൻ, 1ാം തലമുറ അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ് കിട്ടിയത്? അദ്ദേഹം എടുത്തത് ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമായിട്ടുള്ള 2 സസ്യങ്ങളാണ് എടുത്തത്. അതിൽ 1ാം തലമുറ എന്ന് പറയുന്നത് 2 സസ്യമൊന്നല്ല, ഒരു കൂട്ടം സസ്യങ്ങളെ എടുത്തു. അതിൽ 1ാം തലമുറ എന്ന് പറയുന്നത് എല്ലാം എങ്ങനെയുള്ളതായിരുന്നു? ഉയരം കൂടിയ ചെടികളാണ് വന്നത് അല്ലെ? ഉയരം കൂടിയത് മാത്രമാണ് 1ാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇനി രണ്ടാമതായിട്ട് ഈ ഉയരം കൂടിയതിനെ അടുത്ത ജനറേഷന് വിധേയമാക്കിയപ്പോൾ, 2ാം തലമുറയിലേക്ക് വിധേയമാക്കിയപ്പോൾ അവിടെ എന്ത് വന്നു? ചിലത് ഉയരം കൂടിയതും വന്നു, ചിലത് ഉയരം കുറഞ്ഞതും വന്നു. അവിടെയും അനുപാതം നോക്കുകയാണെങ്കിൽ ഉയരം കൂടിയത് തന്നെയായിരുന്നു കൂടുതലായിട്ട് വന്നത്, ഉയരം കുറഞ്ഞത് കുറവായിരുന്നു. അപ്പോൾ മെന്റലിന്റെ പരീക്ഷണങ്ങളിൽ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും തമ്മിലാണ് വർഗസങ്കരണം നടത്തിയത്. അതിൽ ആദ്യത്തെ ജനറേഷൻ എന്ന് പറയുന്ന ഉയരം കൂടിയതാണ് കിട്ടിയത്. ആ ഉയരം കൂടിയതിനെ പിന്നീട് 2ാം ജനറേഷൻ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ സ്വപരാഗണത്തിന് വിധേയമാക്കി. അപ്പോൾ
അപ്പോഴും കിട്ടിയത് എന്താണ്? കൂടുതലും ഉയരം കൂടിയതാണ്, കുറച്ച് എന്ത് കിട്ടി? ഉയരം കുറഞ്ഞതും കിട്ടി. ഓക്കെ, ഇതിനെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമായിട്ടുള്ള രണ്ട് സസ്യങ്ങൾ എടുത്തു. അതിൽ നമുക്ക് രണ്ടെണ്ണമായിട്ട് തൽക്കാലം എടുക്കാം. ഇതിൽ എന്ത് ചെയ്തു? ഇതിന്റെ ബീജകോശങ്ങൾ എന്ന് പറയുന്നത്, ബീജകോശം എന്ന് വെച്ചാൽ എന്താണ്? ഒരേപോലുള്ള ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ രണ്ട് ബീജകോശം, രണ്ട് അലീൽസ് ആയിട്ടൊക്കെയാണ് എടുക്കുന്നത്. അതിൽ ഈ ക്യാപിറ്റൽ ടിയും ഇവിടെ ഒരു സ്മോൾ ടിയും. ഉയരം കൂടിയതിനെ നമ്മളെപ്പോഴും ക്യാപിറ്റൽ ടി എന്നെടുക്കുന്നു, ഉയരം കുറഞ്ഞത് സ്മോൾ ടി എന്നാണ് എടുക്കുന്നത്. ഇനി ഒരു ക്യാപിറ്റലും ഒരു സ്മോളും കൂടെ വന്നാലും എന്താണ്? അത് ഉയരം കൂടിയതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉയരം കൂടിയത് എന്ന് പറയുന്നത് രണ്ട് ക്യാപിറ്റൽ ടി ആണ് എടുത്തത്, ഉയരം കുറഞ്ഞതിന് രണ്ട് സ്മോൾ ടി ആണ് ഉപയോഗിച്ചത്. ഫാക്ടേഴ്സ്, ജീനുകൾ. ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? ബീജകോശങ്ങളെ എടുക്കുകയാണ്. ബീജകോശം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഒരേപോലെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം എടുക്കാറുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഏതാണ്? ഒരു ടി എന്നും ഇവിടുത്തെ ഒരു സ്മോൾ ടി. ഇനി തമ്മിൽ എന്ത് ചെയ്തു? വർഗ്ഗസംഘടന നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? ഒരു ക്യാപിറ്റലും ഒരു സ്മോളും കിട്ടി അല്ലേ? ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും കിട്ടി. ക്യാപിറ്റലും സ്മോളും വന്നാൽ അവിടെ എന്താണ്? ഉയരം കൂടിയതാണ്. രണ്ട് ക്യാപിറ്റൽ ടി വന്നാലും ഉയരം കൂടിയതാണ്, രണ്ട് സ്മോൾ ടി വന്നാലും ഉയരം കുറഞ്ഞതാണ്. ഒരു ക്യാപിറ്റൽ ഒരു സ്മോളും കൂടെ വന്നാലും അവിടെ എന്താണ്? ഉയരം കൂടിയതാണ്. ഇതാണ് എന്താണ്? ഒന്നാം തലമുറ എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാം തലമുറയിൽ നമുക്ക് കിട്ടിയത്. ഓക്കെ, ഈ ഒന്നാം തലമുറയെ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ സ്വപരാഗണത്തിന് വിധേയമാക്കി എന്ന് വെച്ചാൽ ഈ ഒന്നാം തലമുറയിൽ കിട്ടിയത് അതിനെ വെച്ച് തന്നെ ഒന്നിക്കൂടെ എന്ത് ചെയ്തു? വർഗ്ഗസംഘടനം നടത്തി. അപ്പോഴും കിട്ടിയത് എന്താണ്? അപ്പൊ ഇവിടെ ഒന്നാം തലമുറയിൽ കിട്ടിയത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അപ്പൊ അതിനകത്തുള്ള ബീജകോശങ്ങൾ എന്തൊക്കെയാ? ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും അല്ലേ? അതിനെ തന്നെ എന്ത് ചെയ്തു? സ്വപരാഗണം, സെൽഫ് പോളിനേഷൻ നടത്തിയത്. അപ്പോൾ അടുത്തതും വരുന്ന എന്താണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ? അതേപോലുള്ള സസ്യമാണ് എടുത്തത്, ക്യാപിറ്റൽ ടി സ്മോൾ ടി എടുത്തു. അവിടുത്തെ ബീജകോശങ്ങൾ എന്തൊക്കെയാ? ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും അല്ലേ അവിടുത്തെ ബീജകോശം എന്ന് പറയുന്നത്. ഇനി ഇതിനെ തമ്മിൽ വർഗ്ഗസംഘടന നടത്തിയപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് കിട്ടുന്നത്? നോക്കിയൊന്ന്. ആദ്യത്തത് ഈ ക്യാപിറ്റൽ ടിയും ഇതും തമ്മിലാണ് വർഗ്ഗസംഘടന നടത്തി. അപ്പൊ എന്ത് കിട്ടി? ആദ്യത്തത് ക്യാപിറ്റൽ ടി കിട്ടിയില്ലേ? അതായത് രണ്ടും എന്താണ്? ഫസ്റ്റ് കിട്ടി എന്താണ്? ഉയരം കൂടിയതാണ്. ഇനി രണ്ടാമത്തെ നോക്കിയേ, ഈ ഒരു ക്യാപിറ്റൽ ടിയെ ഏതുകൊണ്ട്? സ്മോൾ ടി കൊണ്ടല്ലേ വർഗ്ഗസംഘടന. അപ്പൊ എന്ത് കിട്ടി? ഉയരം, ഒരു ക്യാപിറ്റലും ഒരു സ്മോളും. അപ്പൊ എന്താണ് ഇവിടെ വരുന്നത്? ഉയരം കൂടിയത് അല്ലേ? ഉയരം കൂടിയത്. ഓക്കെ, ഇനി അടുത്തതൊന്ന് നോക്കിയേ. ഈ രണ്ടാമത്തെ ബീജകോശം വെച്ചിട്ടാണ് അടുത്ത ചെയ്യുന്നത് അല്ലേ? ഇത് വെച്ചിട്ട് ഈ ഒരെണ്ണം വെച്ച് രണ്ടെണ്ണം നോക്കുന്നു, ഈ രണ്ടാമത്തെ വെച്ചിട്ട് ഇതുമായിട്ട് നോക്കുന്നു, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ എടുത്ത് നോക്കുമ്പോൾ നോക്കിയേ, ഈ സ്മോൾ ടിയും ഇവിടുത്തെ ക്യാപിറ്റൽ ടി. അപ്പൊ എന്ത് കിട്ടി? ക്യാപിറ്റലും സ്മോളും. അപ്പൊ ഇവിടെയും കിട്ടിയത് എന്താ? ഉയരം കൂടിയത് അല്ലേ? ഉയരം കൂടിയത്. ഇനി അടുത്ത് നോക്കിയേ, സ്മോൾ ടി രണ്ടും കൂടെ വന്നപ്പോൾ എന്താണ്? സ്മോൾ ടി അല്ലേ കിട്ടിയത്. അപ്പൊ അവിടെ എന്താണ്? ഉയരം കുറഞ്ഞതാണ്. സ്മോൾ ടി വന്നാൽ നമുക്കറിയാം കുറഞ്ഞതാണ് അല്ലേ? ഉയരം കുറഞ്ഞതാണ് കിട്ടിയത്. സ്മോൾ ടി വന്നാൽ ഉയരം കുറഞ്ഞത്. അപ്പോൾ നമുക്ക് കിട്ടി. ഇവിടെ നോക്കിയേ, മൂന്നെണ്ണം എന്താണ്? ഉയരം കൂടിയതല്ലേ? മൂന്നെണ്ണം ഉയരം കൂടിയതല്ലേ വന്നത്? ഒരെണ്ണം എന്താണ്? ഉയരം കുറഞ്ഞതാണ് വന്നത്. ഓക്കെ, 3 ഉയരം കൂടിയതും ഒരെണ്ണം ഉയരം കുറഞ്ഞതുമാണ് ഇവിടെ ഉണ്ടായത്. രണ്ടാം ജനറേഷനിലെ F2 സെക്കൻഡ് ജനറേഷനിൽ ഉണ്ടായത് ഏതാണ്? 3 എണ്ണം ഉയരം കൂടിയതും ഒരെണ്ണം ഉയരം കുറവുമാണ്. ഓക്കെ, മൂന്നെണ്ണം ഉയരം കൂടിയതും ഒരെണ്ണം ഉയരം കുറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടി? നമ്മൾ ഉയരം കൂടിയതിനെയും കുറഞ്ഞതിനെയും ഒക്കെ എടുത്തിട്ട് വർഗ്ഗസംഘടന നടത്തിയപ്പോഴും ഒന്നാം തലമുറ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് കിട്ടി? ഉയരം കൂടിയത് കിട്ടി. രണ്ടാം തലമുറയിൽ വന്നപ്പോൾ 3 എണ്ണം ഉയരം കൂടിയത്, ഒരെണ്ണം ഉയരം കുറഞ്ഞതുമാണ് കിട്ടിയത്. അതായത് മോണോഹൈബ്രിഡ് റേഷ്യോ അല്ലേ? മോണോഹൈബ്രിഡ് റേഷ്യോ അനുപാതം എന്ന് പറയുന്നത് എത്രയാണ്? 3:1 ആണ്. മോണോഹൈബ്രിഡ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 3:1 ആണ്. 3 എണ്ണം ഉയരം കൂടിയതും ഒരെണ്ണം ഉയരം കുറഞ്ഞത്. അപ്പോൾ 3:1 ആണ് ഇവിടുത്തെ മോണോഹൈബ്രിഡ് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പൊ ഈ കിട്ടിയത് വെച്ചിട്ടെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് നിഗമനങ്ങളിലേക്ക് എത്തിച്ചേർന്നു. മോണോഹൈബ്രിഡ് ക്രോസിലൂടെ മെൻഡൽ എത്തിച്ചേർന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ് അല്ലേ? ഇപ്പൊ ഉയരം എന്ന് പറയുന്ന ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് ഉയരം കൂടുതലും ഉയരം കുറവും 2 ഘടകങ്ങൾ ചേർന്നിട്ടല്ലേ? ഇനി ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗ്ഗസംഘടനത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രം പ്രകടമാവുകയും മറ്റേത് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. കിട്ടിയോടെ? ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗ്ഗസംഘടനത്തിന് വിധേയമാക്കി. അവിടെ നമ്മൾ എടുത്തത് എന്തൊക്കെയാ? ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമാണ് എടുത്തത്
അങ്ങനെ എടുത്തപ്പോൾ എന്ത് ചെയ്തു? വർഗസങ്കലനത്തിന് വിധേയമാക്കിയപ്പോൾ ഒന്നാം തലമുറയിൽ നമുക്ക് എല്ലാം കിട്ടിയത് എന്താണ്? ഉയരം കൂടിയത് മാത്രമല്ലേ വന്നോളൂ, ഉയരം കുറഞ്ഞത് വന്നോ? ഇല്ല. അപ്പോൾ ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒരെണ്ണം മാത്രം പ്രകടമായി അല്ലേ? ഉയരം കൂടിയത് മാത്രമല്ലേ പ്രകടമായുള്ളൂ. നമുക്കിവിടെ ഒന്നാം തലമുറ വന്നപ്പോൾ എന്താണ് ഈ കിട്ടിയത്? എല്ലാം എന്താണ്? ഉയരം കൂടിയതാണ്. ഉയരം കുറഞ്ഞത് അവിടെ പ്രത്യക്ഷപ്പെട്ടില്ല. അപ്പോൾ ഒന്നാം തലമുറയിൽ ഒരെണ്ണം മാത്രം എന്ത് ചെയ്തു? വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രം പ്രകടമാവുന്നു, മറ്റേത് എന്ത് ചെയ്യുന്നു? മറഞ്ഞിരിക്കുന്നു. ഓക്കെ. ഇനി ഒന്നാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ട ഗുണത്തെ നമുക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ട ഏതാ? ഉയരം കൂടുതൽ. പ്രത്യക്ഷപ്പെട്ട ഗുണത്തെ എന്തെന്ന് പറയുന്നു? പ്രകട ഗുണം അല്ലെങ്കിൽ ഡോമിനന്റ് ട്രേറ്റ്. പ്രകട ഗുണം അല്ലെങ്കിൽ ഡോമിനന്റ് ട്രേറ്റ്. ഇനി മറഞ്ഞിരുന്ന ഗുണത്തെ പറയുന്ന പേരാണ് ഗുപ്ത ഗുണം അല്ലെങ്കിൽ റെസസീവ് ട്രേറ്റ്. ഒന്നാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടത് ഉയരം കൂടുതൽ മാത്രമേ അവിടെ പ്രത്യക്ഷപ്പെട്ടുള്ളൂ. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ഗുണത്തെ പ്രകട ഗുണം എന്ന് പറയുന്നു. മറഞ്ഞിരുന്ന ഗുണത്തെ ഏത് മറഞ്ഞിരുന്നു? അവിടെ ഉയരക്കുറവ് എന്ന് പറയുന്ന മറഞ്ഞിരുന്നു. അപ്പൊ മറഞ്ഞിരുന്ന ഗുണത്തെ പറയുന്നത് ഗുപ്ത ഗുണം എന്നാണ്. ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ എന്ത് ചെയ്യുന്നു? പ്രകടമാകുന്നു അല്ലെ? ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ എന്ത് ചെയ്യുന്നു? രണ്ടാം തലമുറയിൽ പ്രകടമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ശ്രദ്ധിക്കാം, നമ്മുടെ ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ, അപ്പോൾ ഒന്നാം തലമുറയിൽ ഉയരക്കൂടുതൽ എന്ന് പറയുന്നതാണ് എന്ത് ചെയ്തത്? പ്രത്യക്ഷപ്പെട്ടത്. രണ്ടാം തലമുറയിൽ അത് മറഞ്ഞിരിക്കുക ചെയ്തത്. ഓക്കെ. രണ്ടാം തലമുറയിൽ എന്ത് ചെയ്തു? ആ ഉയരക്കുറവ് എന്ന് പറയുന്നത് മറഞ്ഞിരുന്നത് എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. ഒന്നാം തലമുറയിൽ ഉയരക്കൂടുതൽ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെട്ടു. ഉയരം കുറവ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? മറഞ്ഞിരുന്നു. അത് രണ്ടാം തലമുറയായപ്പോൾ ഉയരം കൂടിയത് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെടുകയും ഉയരം കുറവ് എന്ന് പറയുന്നതും അവിടെയും പ്രത്യക്ഷപ്പെട്ടു. ഓക്കെ. ഇനി നോക്കി, ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നു. ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ എന്ത് ചെയ്യുന്നു? വേർപിരിയുന്നു. രണ്ടാം തലമുറയിലെ സന്താനങ്ങളിൽ പ്രകട ഗുണമുള്ളവയുടെയും ഗുപ്തഗുണമുള്ളവയുടെയും അനുപാതം 3:1 ആണ്. രണ്ടാം തലമുറയിലെ സന്താനങ്ങളിൽ പ്രകട ഗുണമുള്ളവയുടെയും ഗുപ്തഗുണമുള്ളവയുടെയും അനുപാതം എത്രയാണ്? 3:1 ആണ്. അതായത് 3 ഉയരം കൂടിയത് കിട്ടി, 1 ഉയരം കുറഞ്ഞതും കിട്ടി. ക്ലിയർ ആണേ? ഓക്കെ ആണ്? അപ്പൊ ഇങ്ങനെയുള്ള നിഗമനങ്ങളിലാണ് ആരെത്തിച്ചേർന്നത്? മെൻഡൽ എത്തിച്ചേർന്നത്. ഇനി എന്താണ് ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ്? അതായത് മാതാപിതാക്കളിൽ നിന്നും സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണ് എന്ന് മെൻഡൽ അഭിപ്രായപ്പെട്ടു. മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണെന്ന് മെൻഡൽ അഭിപ്രായപ്പെട്ടു. ഈ ഘടകങ്ങളാണ് പിന്നീട് ജീനുകൾ എന്ന രീതിയിൽ കണ്ടെത്തിയത്. അപ്പം മെൻഡൽ അന്ന് പറഞ്ഞത് ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന രീതിയിലാണ് പറഞ്ഞത്. മാതാപിതാക്കളിൽ നിന്നും കുട്ടികൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണ്. ഈ ഘടകങ്ങളെയാണ് പിന്നീട് ജീനുകൾ എന്ന് കണ്ടെത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇനി ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന്റെ വ്യത്യസ്ത തരങ്ങളാണ് അലീലുകൾ എന്നറിയപ്പെടുന്നത്. അലീൽ ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന്റെ വ്യത്യസ്ത തരങ്ങളാണ് ഇത് അലീലുകൾ എന്നറിയപ്പെടുന്നത്. അലീൽ സാധാരണയായിട്ട് ഒരു ജീനിന് 2 അലീൽസ് ആണുള്ളത്. സാധാരണയായിട്ട് ഒരു ജീനിന് 2 അലീൽസ് ആണുള്ളത്. അതായത് ഉയരം എന്ന് പറയുന്ന സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന്റെ വ്യത്യസ്ത അലീലുകളാണ് ഏതൊക്കെ? ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും അല്ലേ? ഉയരം എന്ന് പറയുന്ന ഉയരം കൂടുതലാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ടി കൊടുക്കുന്നു, കുറവാണെങ്കിൽ സ്മോൾ ടി. അപ്പോൾ ഉയരം എന്ന് പറയുന്ന സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അലീൽസ് ആണ് ഏതൊക്കെ? ക്യാപിറ്റൽ ടിയും സ്മോൾ ടി. അപ്പോൾ ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന്റെ വ്യത്യസ്ത തരങ്ങളാണ് ഏത്? അലീൽസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഒരു ജീനിന് 2 അലീലുകളാണുള്ളത്. ഉയരം എന്ന് പറയുന്ന സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന്റെ വ്യത്യസ്തമായിട്ടുള്ള അലീലുകളാണ് ഏതൊക്കെ? ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ഒരു ജീവിയില് സ്വഭാവത്തിന്റെ പ്രകട രൂപമാണ് ഇത് ഫീനോടൈപ്പ്. സ്വഭാവത്തിന്റെ പ്രകട രൂപം. ഇപ്പൊ ഉയരം കൂടുതൽ എന്ന് പറഞ്ഞാൽ അവിടെ പ്രകടമാകുന്ന എന്താണ്? ഉയരം കൂടുതലാണ്. അതെന്താണ്? ഫീനോടൈപ്പ് ആണ്. ഈ ഫീനോടൈപ്പിന് കാരണമാകുന്ന ജനിതക ഘടന എന്താണ്? അതാണ് ജീനോടൈപ്പ്. ഇപ്പൊ നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് എഴുതിയാൽ അതെന്താണ്? ജീനോടൈപ്പ് ആണ് അല്ലേ? ആ ഉയരം കൂടുതൽ എന്ന് പറയുന്നത് എന്താണ്? പ്രകട രൂപമാണ് ഉയരം കൂടുതൽ. അതെന്താണ്? ഫീനോടൈപ്പ് ആണ്. അപ്പോൾ ഒരു ജീവിയിലെ സ്വഭാവത്തിന്റെ പ്രകട രൂപത്തെ പറയുന്നത് ഫീനോടൈപ്പ് എന്നും ഫീനോടൈപ്പിന് കാരണമാകുന്ന ജനിതക ഘടനയാണ് ഇത്? ജീനോടൈപ്പ്. ഓക്കെ. ഇനി അടുത്ത വരുന്നത് നമ്മുടെ ഡൈ ഹൈബ്രിഡ് ക്രോസിനെ പറ്റിയാണ്. ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്താണ്? ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരേ ചെടിയിൽ തന്നെ 2 ജോഡി വിപരീത ഗുണങ്ങളുടെ വർഗസങ്കരണം നടത്തുന്നു. ഒരേ ചെടിയിലെ 2 ജോഡി വിപരീത ഗുണങ്ങളുടെ വർഗസങ്കരണമാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഉദാഹരണം, ഉയരം കൂടിയ ഉരുണ്ട വിത്ത്, ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്ത്.
അതായത് ഉയരം കൂടുതൽ എന്ന് പറയുമ്പോൾ ഒരു ജോഡി, അതായത് ഉയരം കൂടിയതും കുറഞ്ഞതും അല്ലെ, ഉയരം എന്ന് പറയുന്ന ഒരു ജോഡി വിപരീത ഗുണങ്ങൾ, ഉയരം കൂടിയതും കുറഞ്ഞതും. ഉരുണ്ട വിത്തും ചുളുങ്ങിയ വിത്തും അത് അടുത്ത ജോഡി. വിത്തിന്റെ ആകൃതി, ഒന്ന് ഉയരവും മറ്റൊന്ന് വിത്തിന്റെ ആകൃതിയും. അപ്പൊ ഈ പറയുന്ന ഒരേ ചെടിയിലെ 2 ജോഡി വിപരീത ഗുണങ്ങളുടെ വർഗസങ്കരണമാണ് എന്ത് വരുന്നത്, ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. 2 ജോഡി വിപരീത ഗുണം, നമ്മൾ നേരത്തെ എടുത്ത ഒറ്റ ജോഡിയേ ഉള്ളൂ, ഉയരം കൂടുതലോ ഉയരം കുറവോ അല്ലെ. ഇവിടെയാണെങ്കിൽ എന്താണ്, ഉയരവും എടുത്തു അതുപോലെ വിത്തിന്റെ ആകൃതിയും എടുത്തു. അപ്പൊ 2 ജോഡി വിപരീത ഗുണങ്ങളെ വർഗസങ്കരണം നടത്തി, അതാണ് ഇത് ഡൈഹൈബ്രിഡ് ക്രോസ്. ഇതാണ് നമ്മുടെ ഡൈഹൈബ്രിഡ് ക്രോസ് വരുന്നത്. അതായത് മാതൃസസ്യങ്ങൾ 2 എണ്ണം വരുന്നുണ്ട്. 2 എണ്ണം എന്ന് പറയുമ്പോൾ ഉയരം കൂടിയ ഉരുണ്ട വിത്ത്, ഉയരം കൂടിയതാകുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് എടുക്കുന്നു അല്ലെ, ഉയരം കൂടിയ ക്യാപിറ്റൽ ടി. ഉരുണ്ട വിത്താകുമ്പോൾ ക്യാപിറ്റൽ R, റൗണ്ട് എന്നുള്ള മീനിങ്ങിൽ ക്യാപിറ്റൽ R. ഇനി ഉയരം കുറഞ്ഞതാകുമ്പോൾ സ്മോൾ ടി, ഒരു ചുളുങ്ങിയ വിത്താകുമ്പോൾ സ്മോൾ r, അതാണ് ഈ വന്നത്. അപ്പൊ ഇതിൽ നിന്നുമുള്ള ബീജകോശങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ 2 എണ്ണം ഒരേപോലത്തെ അല്ലേ, ക്യാപിറ്റൽ ടി അല്ലേ, അത് നമ്മൾ ഒരെണ്ണത്തിനെ പുറത്തെടുക്കുന്നു. അപ്പൊ ടിയും ഇവിടെ നിന്ന് 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നു, ആറും ഇവിടെയും 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നു, സ്മോൾ ടി, ഇവിടെ നിന്ന് 2 എണ്ണത്തിൽ സ്മോൾ r. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ബീജകോശങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിനെ തമ്മിൽ വർഗസങ്കരണം നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഇത് കിട്ടിയില്ലേ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ R, സ്മോൾ r കിട്ടിയോ? ഈ സംഭവമല്ലേ കിട്ടിയത്, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ R, സ്മോൾ r. ഇതാണ് നമ്മുടെ 1ാം തലമുറ, ഫസ്റ്റ് ജനറേഷൻ. ഇനി നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ 1ാം തലമുറയിൽ കിട്ടിയതിനെ സ്വപരാഗണത്തിന് വിധേയമാക്കും, സെൽഫ് പോളിനേഷന് വിധേയമാക്കും. അപ്പോൾ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ R, സ്മോൾ r അതിനെ എന്ത് ചെയ്തു, സെൽഫ് പോളിനേഷന് വിധേയമാക്കിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതേപോലത്തെ സംഭവം തന്നെ ഇവിടെയും എടുത്തെഴുതുന്നത് അല്ലേ, ഇത് തന്നെ നമ്മൾ ഇപ്പുറത്ത് എഴുതിയത് ഇതുകൊണ്ടാണ്. ഓക്കെ, സെൽഫ് പോളിനേഷൻ, സ്വപരാഗണം. ഇനി ഇതിനകത്തുള്ള ബീജകോശങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ നിന്ന് 2 എണ്ണം അല്ലേ, ഒരു ക്യാപിറ്റലും ഒരു സ്മോളും. ഓക്കെ, അടുത്തത് ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ, രണ്ടും ക്യാപിറ്റൽ വരുന്നു, ഒന്ന് ക്യാപിറ്റൽ ഒന്ന് സ്മോളും വരുന്നു. ഇവിടെയും സ്മോൾ ടിയും ക്യാപിറ്റൽ ആറും വരുന്നു. അടുത്തത് എന്താണ്, സ്മോൾ ടിയും സ്മോൾ ആറും വരുന്നു. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന സാധനങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. ഇത് രണ്ടും കൂടെ ആദ്യം ഇത് രണ്ടും കൂടെ വരുന്നു, ക്യാപിറ്റലും വരുന്നു. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു നമ്മുടെ, ഓക്കെ, അതായത് നമ്മുടെ ക്യാപിറ്റൽ ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ R, സ്മോൾ r. നമ്മൾ ഇത് ഓരോന്നിനെ എടുത്ത് ചെയ്യുന്ന പോലെയാണ് വരുന്നത്. ഇവിടെ നിന്ന് നോക്കിയേ, ഇത് വരുമ്പോൾ ടിയും ആറും വരുന്നു, പിന്നെ ഇത് വെച്ചിട്ട് സ്മോൾ r. അപ്പോൾ എന്താണ് കാണാൻ പറ്റുമല്ലോ. ഓക്കെ, ടിയും ആറും വരുന്നു, പിന്നെ ഈ സ്മോൾ ടി വെച്ചിട്ട് ക്യാപിറ്റൽ R. അപ്പോൾ സ്മോൾ ടി, ക്യാപിറ്റൽ R, പിന്നെ ഇത് വെച്ചിട്ട് ഇത് സ്മോൾ ടി, സ്മോൾ r. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് 4 തരത്തിലുള്ള ബീജകോശങ്ങൾ കിട്ടുന്നത്. ഈ ഒരെണ്ണമാണ് ഈ പറയുന്നത്. ഇതേപോലെ ഇപ്പുറത്തും കിട്ടും, ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തും കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു സ്ക്വയർ ഒക്കെ വരച്ചിട്ട് അത് ചെയ്യുന്നത്. ഇതിനെയാണ് പുന്നറ്റ് സ്ക്വയർ എന്നൊക്കെ പറയുന്നത്. നിങ്ങളത് പഠിക്കണ്ട, ജസ്റ്റ് ഈ ഒരു കാര്യം ഒന്ന് ഓർത്താൽ മതി. നമ്മളിത് ആദ്യം എന്ത് ചെയ്തു, ഇതിനെ തമ്മിൽ വർഗസങ്കരണം നടത്തി. നടത്തിയപ്പോൾ ടി R കിട്ടി. ഇനി അടുത്ത നോക്കിയിട്ട് അടുത്ത വർഗസങ്കരണം നടത്തുമ്പോൾ എന്താണ്, ഇതുമായിട്ടാണ്, ഇത് രണ്ടും തമ്മിലാണ് വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ R, സ്മോൾ r. വീണ്ടും അതുപോലെ ഇതേപോലെ വരും, ടി R, വീണ്ടും അതുപോലെ വരുന്നു, സ്മോൾ ടി, ക്യാപിറ്റൽ R, സ്മോൾ r. ഓക്കെ, തിരിച്ചതുപോലെ പോകുന്നു, ടി R. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി, ഇതങ്ങനെ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. നമ്മൾ എന്താണ് കിട്ടുന്നതെന്നൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ടി R, ക്യാപിറ്റൽ R, സ്മോൾ r ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി, ടി R. ഓക്കെ, പിന്നെ ഇത് വെച്ചിട്ട് ഈ മൂന്നാമത്തെ ഇത് വെച്ചിട്ട് ഈ ഓരോന്നിനെയും ഇതേപോലെ ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ടി R. ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കിയിരുന്നാൽ മതി. ഇതേപോലെ വരുന്നുണ്ട്, സ്മോൾ ടി, ക്യാപിറ്റൽ R. അതുപോലെ രണ്ടും സ്മോൾ ടിയും, പിന്നെ ഏതാണ് ഒന്ന് ക്യാപിറ്റൽ അല്ലേ, ഒന്ന് ക്യാപിറ്റൽ മറ്റേത് സ്മോൾ. ഓക്കെ, പിന്നെ അതുപോലെ ഇത് ലാസ്റ്റ് വരുന്നുണ്ട്, എന്താണ്, ടി ക്യാപിറ്റൽ R, സ്മോൾ r. ഇവിടെയും ടി R. പിന്നെ ഉള്ളത് ടി ക്യാപിറ്റൽ സ്മോൾ, വീണ്ടും അതുപോലെ ടി സ്മോൾ r. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നത്. നമ്മൾ ഈ ഒരു സംഭവം കാണാതെ പഠിക്കാനും വേണ്ട, നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒന്ന് നോക്കിയിടേ, ഇതിൽ 2 എണ്ണം ക്യാപിറ്റലാണ്. അപ്പോൾ ക്യാപിറ്റൽ വന്നാലേ നമുക്കറിയാം എന്താണ് ഉയരം കൂടിയതാണ്. ഒരെണ്ണം ചെറുതാണെന്ന് വെച്ചിട്ട് പ്രശ്നമില്ല, 2 എണ്ണത്തിൽ ഒരെണ്ണം, ഇവിടെ നോക്കിയേ, ഇവിടെ ഒരെണ്ണം എന്താണ് ചെറുതാണ് അല്ലേ, പക്ഷെ എന്താണ് ഒരെണ്ണം ക്യാപിറ്റൽ അല്ലേ. അപ്പൊ എന്താണ്, ഒരെണ്ണമെങ്കിലും ക്യാപിറ്റൽ ടി വരുന്നെങ്കിൽ ഉയരം കൂടിയതാണ്. ഒരെണ്ണമെങ്കിലും ക്യാപിറ്റൽ R വരുന്നെങ്കിൽ അത് ഉരുണ്ട വിത്താണ്. ശ്രദ്ധിച്ചോളേ, ഒരെണ്ണമെങ്കിലും ക്യാപിറ്റൽ വരികയാണെങ്കിൽ, ക്യാപിറ്റൽ ടി വരികയാണെങ്കിൽ അത് ഉയരം കൂടിയ വിത്താണ്. ഒരെണ്ണമെങ്കിലും ക്യാപിറ്റൽ R വരികയാണെങ്കിൽ അത് റൗണ്ട് ആണ്.
രണ്ടെണ്ണവും സ്മോൾ ആണ് വരുന്നതെങ്കിൽ, രണ്ടെണ്ണവും സ്മോൾ ടി ആണ് വരുന്നതെങ്കിൽ അത് ഏതാണ്? ഉയരം കുറഞ്ഞതാണ്. രണ്ടെണ്ണവും സ്മോൾ ആറാണ് വരുന്നതെങ്കിൽ അത് ചുളുങ്ങിയ വിത്താണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി നമുക്ക് ദാ ഒരെണ്ണം ലാസ്റ്റ് വൺ കണ്ടല്ലോ, രണ്ടെണ്ണവും എന്താണ്ടേ ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ആർ. ഇവിടെ ഇപ്പൊ എന്താ കിട്ടുന്ന? ഉയരം കുറഞ്ഞ എങ്ങനത്തെ വിത്താണ്? സ്മോൾ ആർ അല്ലേ, അപ്പൊ എന്താണ്? ചുളുങ്ങിയ വിത്ത് അല്ലേ, ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്താണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറയുമ്പോൾ ദാ ഇങ്ങനെയാണ് വരുന്നത്, 9:3:3:1. നിങ്ങളത് നോക്കിയാൽ മതി, നമുക്ക് അതുപോലെ കിട്ടും. 9:3:3:1. അതായത് 9 എണ്ണം ഉയരം കൂടിയ ഉരുണ്ട വിത്തായിരിക്കും. 9 എണ്ണം എങ്ങനെയുള്ളതാണ്? ഉയരം കൂടിയ ഉരുണ്ട വിത്ത് എന്ന് വെച്ചാൽ ഏതൊക്കെ വരാം? ഉയരം കൂടിയെന്ന് പറയുമ്പോൾ ഒരു ക്യാപിറ്റലെങ്കിലും വരാം അല്ലേ, ഒന്നുകിൽ അവിടെ ടി ടി എന്ന് വരാം. ഇപ്പൊ ടി ടി ആർ ആർ ഉരുണ്ട വിത്താകുമ്പോൾ ആർ ആർ വരാം. അടുത്തത് ടി ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരാം. അടുത്തത് ഈ രീതിയിൽ ഏതെങ്കിലുമാണ് നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വരാം. അപ്പോൾ ഒരു ടിയും ഒരു ആറും ക്യാപിറ്റൽ വന്നിരുന്നാൽ മതി, നമുക്ക് അവിടെ എന്താണ്? ഉയരം കൂടിയ ഉരുണ്ട വിത്താണ്. ഓക്കെ, അപ്പോൾ 9 എണ്ണം നമുക്ക് ഉയരം കൂടിയ ഉരുണ്ട വിത്ത് കിട്ടി. 3 എണ്ണം എങ്ങനെയാണ്? ഉയരം കുറഞ്ഞതാണ്. ഉയരം കുറഞ്ഞതാകുമ്പോഴത്തേക്ക് സ്മോൾ ടി ആണ്, ഉയരം കുറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ ചുളുങ്ങിയ വിത്താണ്. 3 എണ്ണം ഉയരം കുറഞ്ഞത്, ഉയരം കൂടിയ ചുളുങ്ങിയ വിത്താണ്. 3 എണ്ണം എന്താണ്? ഉയരം കൂടിയ ചുളുങ്ങിയ വിത്താണ് കിട്ടിയത്. ഓക്കെ, ഉയരം കൂടിയതാകുമ്പോൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഉയരം കൂടിയത് ചുളുങ്ങിയ വിത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ആർ ആർ. പിന്നെ 3 എണ്ണം എന്ന് പറയുമ്പോൾ ഉയരം കുറഞ്ഞ ഉരുണ്ട വിത്താണ്. അടുത്ത 3 എണ്ണം നോക്കി ഉയരം കുറവാണ്, ഉരുണ്ട വിത്താണ്. ഉയരം കുറവെന്ന് പറയുമ്പോൾ സ്മോൾ ടി. ഉരുണ്ട വിത്താകുമ്പോൾ ക്യാപിറ്റൽ ആർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഓക്കെ, ഇനി ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്ത്, അതായത് സ്മോൾ ടി സ്മോൾ ആർ ഒരെണ്ണമാണ് അങ്ങനെ കിട്ടിയത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ അത് ഒരെണ്ണം എന്താണ്? ഉയരം കുറവ് ചുളുങ്ങിയതാണ്. ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേ രീതിയിലാണ് അതിന്റെ റേഷ്യോ വരുന്നത്. അപ്പോൾ ഡൈഹൈബ്രിഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? 9:3:3:1. ഓക്കെ, മോണോഹൈബ്രിഡ് റേഷ്യോ എത്രയായിരുന്നു? 3:1 ആണ്. നമുക്ക് മോണോഹൈബ്രിഡ് ഒരൊറ്റ വിപരീത ഗുണങ്ങളെ തമ്മിൽ ചെയ്തപ്പോൾ 3:1 ആണ് കിട്ടിയത്. ഇവിടെ ഡൈഹൈബ്രിഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ 9:3:3:1 ആണ് കിട്ടുന്നത്. ക്ലിയർ ആണേ? ഓക്കെ ആണേ? ഇനി അതിൽ രണ്ടോ അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവം പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇടയ്ക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടിയത് ഇല്ലേ. ഇവിടെ ഇപ്പോൾ ഉയരം കൂടിയത് ഉരുണ്ട വിത്താണ് നമ്മൾ എടുത്തത്. അതിൽ തന്നെ നമുക്ക് വന്നു ഉയരം കൂടിയ ചുളുങ്ങിയ വിത്ത് വന്നു, ഉയരം കുറഞ്ഞ ഉരുണ്ട വിത്ത് വന്നു, ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്ത് വന്നു. ഇതൊക്കെ കിട്ടാനുള്ള കാരണം എന്താണ്? അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് തമ്മിൽ പരസ്പരം കൂടിക്കലരുന്നില്ല, സ്വതന്ത്രമായിട്ട് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ എന്തായിട്ട് വരുന്നത്? ഈ പറയുന്ന അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് പുതിയ പുതിയ ചെടികൾ കിട്ടുന്നത്. ഓക്കെ, പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഇനിയുള്ളത് ഇതാണ് നമ്മുടെ മെന്റൽ അപ്പോൾ പറഞ്ഞത്. രണ്ടാം ഡൈഹൈബ്രിഡ് ക്രോസിലൂടെ മെന്റൽ പറഞ്ഞ സംഭവം ഇതാണ്. രണ്ടോ അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവം പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായിട്ട് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നാണ് മെന്റൽ അഭിപ്രായപ്പെട്ടത്. ഓക്കെ, അതുപോലെ റേഷ്യോയും പറഞ്ഞു. എന്താണ്? 9:3:3:1 ആണ്. ഡൈഹൈബ്രിഡ് റേഷ്യോ എത്രയാണ്? 9:3:3:1 ആണ്. ഇനി നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. എന്താണ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്? അതായത് മെന്റലിന്റെ നിഗമനങ്ങളുടെ പരിമിതികൾ ഉൾപ്പെടുന്നതാണ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മെന്റലിന് വിശദീകരിക്കാൻ വന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? അതിന് അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തിയ ചിലയിലൊക്കെ എന്താണ് കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു. ഇതിനെയാണ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത്തത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. നമ്മുടെ മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് തന്നെയാണ് ടേം യൂസ് ചെയ്യുന്നത്. അതായത് പ്രകടഗുണത്തിന്റെ അലീലിനെ പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കുന്നില്ല. പ്രകടഗുണത്തിന്റെ അലീലിനെ പൂർണ്ണമായിട്ടും മറയ്ക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഒരു പരിമിതി എന്ന് പറയുന്നത്. ഓക്കെ, മെന്റൽ പറഞ്ഞതിൽ ഒരു പരിമിതി. ഉദാഹരണം, ചുവന്ന പൂവുള്ള 4 മണി ചെടിയെ വെള്ള നിറമുള്ള 4 മണി ചെടിയുമായി വർഗസങ്കരണം നടത്തിയാൽ എന്തുണ്ടാവുന്നു? പിങ്ക് പൂക്കളുള്ള ചെടികൾ ഉണ്ടാകുന്നു. അതിനുള്ള കാരണം എന്താണ്? അതില് ആ ഒരു ചുവന്ന നിറത്തെ പൂർണ്ണമായിട്ടും മറയ്ക്കാൻ ആർക്ക് സാധിക്കുന്നില്ല? പുതിയ തലമുറയ്ക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ എന്തിനുള്ള സാധ്യതയും വന്നത്? പിങ്ക് പൂക്കളുള്ള ചെടികളും ഉണ്ടായത്. അപ്പോൾ അതാണ് ഒന്നാമത്തത് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിൽ ഒന്നാമത്തത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. പൂർണ്ണമായിട്ടും അതിനെ മറയ്ക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത് വരുന്നത്
കോഡോമിനൻസ്. എന്താണ് കോഡോമിനൻസ്? രണ്ട് അലീൽസിന്റെയും ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാക്കുന്നു. രണ്ട് അലീലിന്റെയും ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാകുന്നു. ഉദാഹരണം, കന്നുകാലികളിൽ കാണപ്പെടുന്ന റോൺ കോട്ട്. ഇപ്പോൾ ഒരു വെള്ള നിറത്തിലുള്ള ഒരു പശുവും അതുപോലെ ഒരു കറുത്ത നിറത്തിലുള്ള പശുവും തമ്മിൽ വർഗ്ഗസങ്കരണം നടത്തിയാൽ നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് ആ വെള്ളയിൽ കറുത്ത പുള്ളികളുള്ളതായിരിക്കും. അതിനെയാണ് റോൺ കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളത് എന്തുകൊണ്ടാണ്? കോഡോമിനൻസ് ആണ്. രണ്ട് അലീലിന്റെയും ലക്ഷണങ്ങൾ, അതായത് വെളുപ്പ് എന്നതും കറുപ്പ് എന്നതും രണ്ടിന്റെയും ലക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരേ സമയം പ്രകടമാക്കുന്നു. അങ്ങനെയുള്ളതാണ് കോഡോമിനൻസ്. അപ്പൊ അതും മെന്റലിന്റെ ഒരു പരിമിതിയായിരുന്നു. മെന്റൽ പറഞ്ഞതിന്റെ ഒരു പരിമിതിയായിരുന്നു. അടുത്ത വരുന്ന മൾട്ടിപ്പിൾ അലീലിസം. എന്താണ് മൾട്ടിപ്പിൾ അലീലിസം? മനുഷ്യനിലെ ABO ബ്ലഡ് ഗ്രൂപ്പ്, രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് മനുഷ്യഗണത്തിൽ രണ്ടിൽ കൂടുതൽ അലീൽസ് കാണപ്പെടുന്നു. നമ്മൾ സാധാരണ പറയുന്നത് രണ്ട് അലീലാണ് അല്ലെ, ഒരു ഘടകത്തിൽ രണ്ട് അലീലാണെന്നാണ് പറയുന്നത്. പക്ഷേ ABO രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് മനുഷ്യഗണത്തിൽ എന്ത് ചെയ്യുന്നു? രണ്ടിൽ കൂടുതൽ അലീൽസ് കാണപ്പെടുന്നു. അതായത് IA, IB, I എന്നിങ്ങനെ 3 അലീലുകളാണ് രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത്. IA, IB, I എന്നിങ്ങനെ 3 അലീലുകളാണ് രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത്. ഇതാണ് എന്ത്? മൾട്ടിപ്പിൾ അലീലിസം. അടുത്തത് നാലാമത്തത് പോളിജനിക് ഇൻഹെറിറ്റൻസ്. എന്താണ്? ത്വക്കിന്റെ നിറവ്യത്യാസം. പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ത്വക്കിന്റെ നിറവ്യത്യാസം. അതായത് ത്വക്കിന്റെ നിറത്തെ നിയന്ത്രിക്കുന്നത് ഒന്നിലധികം ജീനുകൾ ചേർന്നാണ് അല്ലെ. നമുക്ക് അറിയാം പലതരത്തിലുള്ള പല നിറത്തിലുള്ള ത്വക്കുള്ള ആൾക്കാർ. ഇപ്പൊ വെളുപ്പ് കറുപ്പ് എന്നതല്ല, അതിനിടയിൽ തന്നെ പല 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 നിറങ്ങൾ വരുന്നുണ്ട്. അതാണ് എന്ത്? ഈ പറയുന്ന പോളിജനിക് ഇൻഹെറിറ്റൻസ്. ഇപ്പൊ ത്വക്കിന്റെ നിറത്തെ നിയന്ത്രിക്കുന്നത് ഒന്നിലധികം ജീനുകൾ ചേർന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നിറവ്യത്യാസം കാരണമാകുന്നത്. ഇവയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് മെലാനിന്റെ ഉൽപാദനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് നിറവ്യത്യാസത്തിന് കാരണമായിട്ട് വരുന്നത്. അപ്പൊ ഇതും എന്താണ്? മെന്റലിന് പരിമിതിയായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങളും എന്താണ്? നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിലാണ് ഉൾപ്പെടുന്നത്. 4 എണ്ണവും. ഓക്കെ, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, അതുപോലെ തന്നെ കോഡോമിനൻസ്, പോളിജനിക് ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ അലീലിസം. ഓക്കെ, ഇത്രയുമാണ് എന്ത്? നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിൽ ഉൾപ്പെടുന്നത്. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, കോഡോമിനൻസ്, അതുപോലെ മൾട്ടിപ്പിൾ അലീലിസം, അതുപോലെ പോളിജനിക് ഇൻഹെറിറ്റൻസ്. ക്ലിയർ ആണ്? ഇനി എന്തൊക്കെയാണ് വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ജനിതക പ്രക്രിയകൾ? വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ജനിതക പ്രക്രിയകൾ എന്തൊക്കെയാണ്? ഒന്ന്, ക്രോസിംഗ് ഓവർ. എന്താണ്? ഊനഭംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ നടക്കുന്ന പ്രക്രിയ. ഊനഭംഗം എന്ന് വെച്ചാൽ മിയോസിസ്. മിയോസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഊനഭംഗം എന്ന് വെച്ചാൽ എന്താണ്? ബീജകോശങ്ങളിൽ നടക്കുന്ന ഡിവിഷൻ, സെൽ ഡിവിഷൻ ആണ് ഇത് ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ്. അപ്പൊ അതിന്റെ ആദ്യഘട്ടത്തിൽ നടക്കുന്ന പ്രക്രിയയാണ് ക്രോസിംഗ് ഓവർ. ഇതിൽ സമരൂപ ക്രോമസോമുകൾ പരസ്പരം ജോഡി ചേരുന്നു. ഈ ഭാഗത്തെ കയാസ്മ എന്നാണ് പറയുന്നത്. കയാസ്മ. സമരൂപ ക്രോമസോമുകൾ പരസ്പരം ജോഡി ചേരുന്നു. ഈ ഭാഗമാണ് ഏത്? കയാസ്മ. ഇനി അതായത് ഇതാണ് സംഭവം. ഇവിടെ സമരൂപ ക്രോമസോമുകൾ എന്ത് ചെയ്യുന്നു? പരസ്പരം ജോഡി ചേരുന്നു. ഈ ജോഡി ചേരുന്ന ഈ ഭാഗത്തെ, ഈ നടുക്കായിട്ട് വരുന്നില്ല, ഈ രണ്ടും തമ്മിൽ ജോഡി ചേരുന്നില്ല, ഈ ഭാഗത്തെയാണ് നമ്മൾ കയാസ്മ എന്ന് പറയുന്നത്. കയാസ്മ. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇത് പരസ്പരം അങ്ങോട്ട് മുറിഞ്ഞു മാറുന്നു. കയാസ്മയിൽ വെച്ച് ക്രൊമാറ്റിഡുകൾ മുറിഞ്ഞ് ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു. കയാസ്മയിൽ വെച്ച് ക്രൊമാറ്റിഡുകൾ മുറിഞ്ഞ് ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു. നോക്കിയേടെ, ഇവിടെ നിന്ന് വന്ന സാധനത്തിൽ ദേ ഇവിടെ എത്തിയപ്പോൾ എന്താണ്? ഇവിടെ മൊത്തത്തിൽ എന്താണ്? പിങ്ക് കളറാണ്. ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് കുറച്ച് യെല്ലോ കൂടെ കയറി വന്നില്ലേ? ഇതാണ് ഈ മുറിഞ്ഞു മാറൽ കൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു ഇല്ലേ. വെള്ളയും മഞ്ഞയും ഒക്കെ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ലേ. ഇതാണ് എന്തിന് കാരണമായിട്ട് വരുന്നത്? ഈ പറയുന്ന എന്താണ്? ക്രൊമാറ്റിഡ് മുറിഞ്ഞ് പരസ്പരം ഭാഗങ്ങൾ കൈമാറാറുണ്ട്. ഇതാണ് പുതിയ പുതിയ സ്വഭാവങ്ങൾ രൂപപ്പെടാനായിട്ട് കൈമാറ്റം ചെയ്യാനായിട്ട് കാരണമായിട്ട് വരുന്നത്. ഈ പ്രക്രിയയാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ക്രോസിംഗ് ഓവർ അതായത് ഈ കൈമാറ്റത്തിലൂടെ ഇങ്ങനെ പരസ്പരം കൈമാറുന്നത് കൊണ്ട് അലീൽ പുനഃസംയോജനം നടക്കുകയും സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു ഇല്ലേ. കാരണം ഇതിൽ നിന്നും പകുതി ഭാഗം ഇവിടേക്ക് എത്തി. ഇവിടെ കറക്റ്റ് പിങ്ക് കളറാണ് പറയുന്നത്. പക്ഷെ അവിടെ ആര് കയറി വന്നു? മഞ്ഞയും കൂടെ വന്നു. എന്ന് വെച്ചാൽ എന്താണ്? അവിടെ നിന്നും കുറച്ച് സ്വഭാവങ്ങൾ ഇപ്പുറത്തേന് കിട്ടി ഇല്ലേ. ഇവിടത്തെ കുറച്ച് സ്വഭാവങ്ങൾ അപ്പുറത്തേന് പോയി. അപ്പൊ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ്, ഈ ഒരു അലീൽ പുനഃസംയോജനം നടക്കുന്നത് കൊണ്ടാണ് സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഇതിന് കാരണമാകുന്ന പ്രോസസ് ആണ് ഏത്? ക്രോസിംഗ് ഓവർ അല്ലെ. ക്രോസ് ചെയ്യുന്നു, ഓവർ അതിന് മുകളിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ ക്രൊമാറ്റിഡുകൾ പരസ്പരം മുറിഞ്ഞ് പുതിയ ഭാഗങ്ങളായിട്ട് മാറുന്നു. അത് പുതിയ സ്വഭാവങ്ങൾ രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ക്രോസിംഗ് ഓവർ. ക്ലിയർ ആണ്?
ഇനി മറ്റൊന്നാണ് മ്യൂട്ടേഷൻ. ഇതും വ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട്. മ്യൂട്ടേഷനും വ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട്. ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻ. ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് ഇത് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അല്ലെ, പെട്ടെന്നുണ്ടാകുന്നു, അതുപോലെ അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഈ മ്യൂട്ടേഷൻ ഇങ്ങനെ വരുന്നതാണ് എന്തിന് കാരണമായിട്ട് വരുന്നത്? മറ്റൊരു പുതിയ ജീവജാലം ഉണ്ടാവാനായിട്ട് കാരണമായിട്ട് വരുന്നത്. ഇല്ലേ? അപ്പോൾ ഈ DNA-യുടെ ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ, ചില പ്രത്യേക രാസവസ്തുക്കൾ, വികിരണങ്ങൾ തുടങ്ങിയവ എന്തിന് കാരണമാകാറുണ്ട്? മ്യൂട്ടേഷന് കാരണമാകുന്നു. DNA-യുടെ ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ, രാസവസ്തുക്കൾ, വികിരണങ്ങളൊക്കെ മ്യൂട്ടേഷന് കാരണമാകാറുണ്ട്. ഓക്കെ, അതായത് മ്യൂട്ടേഷൻ ജീനുകളിൽ മാറ്റമുണ്ടാക്കുകയും സ്വഭാവ വ്യതിയാനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇത് ജീവപരിണാമത്തിലേക്ക് നയിക്കുന്നു. അതായത് ഒരു പുതിയ ജീവിയായിട്ട് മാറാൻ കാരണമാകുന്നതും എന്താണ്? മ്യൂട്ടേഷൻ. ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇതിനകത്ത് ഉള്ള ഒരു ജസ്റ്റ് ഈ പറയുന്ന നൈട്രജൻ ബേസ് T-യും A-യും ഇല്ലേ, അതിനകത്ത് എന്ത് ചെയ്യുന്നത്? ചെറുതായിട്ട് അതൊന്ന് മാറി, A-യും T-യും ആയിട്ട് മാറി. അപ്പോൾ എന്ത് ചെയ്തു? പുതിയൊരു സ്വഭാവമായിട്ട് മാറി. ഇങ്ങനെ ഇതിനകത്ത് എന്തെങ്കിലും ജീനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നതാണ് എന്തിന് കാരണം? മ്യൂട്ടേഷന് കാരണമായിട്ട് വരുന്നത്. നമ്മുടെ പ്രോട്ടീനിൽ തന്നെ അമിനോ ആസിഡുകളുടെ ചേഞ്ച് ഒക്കെ സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണം എന്ന് പറയുന്ന പറയുന്ന അമിനോ ആസിഡ്സിന്റെ ചേഞ്ച് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അമിനോ ആസിഡ് ജസ്റ്റ് അപ്പുറത്തോട്ടൊന്ന് മാറിയാൽ, ഒന്ന് പരസ്പരം അങ്ങോട്ട് മാറുകയാണെങ്കിൽ അതെന്തായി? സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമായി. ഇങ്ങനെ ഉണ്ടാകുന്ന മ്യൂട്ടേഷനൊക്കെ രോഗങ്ങൾക്കും അതുപോലെ ജീവപരിണാമങ്ങൾക്കും ഒക്കെ കാരണമായിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആണേ? ഇനി നമ്മുടെ ക്രോമസോം നമ്പർ 9 ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് മെലനോമ. അതുപോലെ ക്രോമസോം നമ്പർ 14 ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. ക്രോമസോം നമ്പർ 11 ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ക്രോമസോം നമ്പർ 9 തകരാറ് കൊണ്ടുണ്ടാകുന്ന രോഗം മെലനോമ. ക്രോമസോം നമ്പർ 14 തകരാറ് കൊണ്ടുണ്ടാകുന്ന രോഗം അൽഷിമേഴ്സ്. ക്രോമസോം നമ്പർ 11 തകരാറ് കൊണ്ടുണ്ടാകുന്ന രോഗം സിക്കിൾ സെൽ അനീമിയ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പം നമ്മുടെ ജനറ്റിക്സ്, ഇതിൻ്റെ നമ്മുടെ ജനറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ഭാഗവും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ജനറ്റിക്സിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രിഗർ മെന്റലിനെ കുറിച്ച് പറഞ്ഞു, മോണോ ഹൈബ്രിഡ് ക്രോസ് പറഞ്ഞു, ഡൈ ഹൈബ്രിഡ് ക്രോസ് പറഞ്ഞു. മോണോ ഹൈബ്രിഡ് റേഷ്യോ 3:1 ആണ്. ഡൈ ഹൈബ്രിഡ് റേഷ്യോ 9:3:1 ആണ്. പിന്നെ എന്താണ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ അതിലുള്ള 4 പോയിന്റുകളും പഠിച്ചുകൊള്ളുക. അതുപോലെ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ക്രോസിംഗ് ഓവർ, മ്യൂട്ടേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും ആയപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ജീവന്റെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.